പോലീസുകാരിയുടെ വെൽഡിംഗ് ചെക്കൻ അവസാന ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. കണ്ണൂരിൽ തിരിച്ചു വന്ന റോഷ്നി അതീവ സന്തോഷവതിയായിരുന്നു. ഫിസിക്കൽ ടെസ്റ്റ് എന്ന കടമ്പ കടന്നിരിക്കുന്നു. ഇനി സ്വപ്നത്തിലേക്ക് കുറച്ച് ദൂരം മാത്രം. സീത ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. പക്ഷേ ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചതിനാൽ അവർ ലീവ് എടുത്തു. ലക്ഷ്മി രഞ്ജിത്ത് അവരെ സ്വന്തം അമ്മയെ പോലെ പരിചരിച്ചു. ഷിനോജ് അരുൺ ഇടയ്ക്കിടെ വരും. ആരുമില്ലാതിരുന്ന ലോകത്തുനിന്നും ഒരു വലിയ കുടുംബത്തിലേക്ക് എത്തിപ്പെട്ട പ്രതീതിയായിരുന്നു സീതക്കും റോഷ്നിക്കും. കണ്ണൂരിലേക്കുള്ള യാത്രയോടെ അവൾ അരുണിനോടും ഷിനോജിനോടും ഒത്തിരി അടുത്തു. അരുണിന് അവളോട് ആദ്യമുണ്ടായിരുന്ന തെറ്റിദ്ധാരണയൊക്കെ മാറിയിരുന്നു. ഡാമിൽ നിന്നും പിടിക്കുന്ന മീൻ അവൾ കൊണ്ടുകൊടുത്ത് കുറച്ച് മുളകിട്ട് വെച്ചോ, ബാക്കി ഫ്രൈ ചെയ്തേക്ക് എന്ന് അവനൊരു ഏട്ടൻ്റെ അധികാരത്തോടെ പറയും. അവൾ യാതൊരു മടിയും കൂടാതെ അനുസരിക്കും. ആ പെണ്ണിനവൻ എത്ര കുറ്റം പറഞ്ഞ ഇപ്പൊ എന്തൊരു സ്നേഹം. മുറ്റത്ത് വാക്കറിന്റെ സഹായത്തോടെ സീതയെ നടത്താൻ ശ്രമിക്കുന്ന റോഷ്നിയെ അരുണിയെ നോക്കിക്കൊണ്ട് രഞ്ജിത്ത് ലക്ഷ്മിയോട് പറഞ്ഞു. തങ്ങളുടെ വീടിന്റെ ഉമ്മർത്തിരിക്കായിരുന്നു അവർ. ഷിനോജ് കുഞ്ഞിന്റെ കൂടെ കളിക്കുന്നു. ഷിനു, കണ്ണൂരിൽ എന്ത് മാജിക്കാണ് നടന്ന്? ലക്ഷ്മി ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുന്ന് ഏതോ പോലീസുകാരൻ്റെ കൂടെ ആരാന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്റെ ഏട്ടനാണെന്ന്. അത് കേട്ട മുതൽ അവൻ ഇങ്ങനെയാ, കൂടെ പിറക്കാതെ പോയ അനിയത്തിയോടുള്ള സ്നേഹം. അപ്പൊ പോലീസുകാരൻ നീ ആരാന്ന് ചോദിച്ചില്ലേ? ഇല്ല, ആ സമയത്ത് ഞാൻ ജ്യൂസ് കുടിക്കാൻ പോയതായിരുന്നു. ചാൻസ് കളഞ്ഞില്ലേ? അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഏട്ടനാക്കുമായിരുന്നില്ലേ? അയ്യടാ, എനിക്കങ്ങനെ ആരുടെ ഏട്ടനാവണ്ട. അത് ശരിയാ, നിനക്ക് വേറെ സ്ഥാനം കിട്ടും. വേണ്ടായേ, എനിക്കൊരു സൈഡിലൂടെ ഇങ്ങനെ പോയാൽ മതി. എടാ, അവള് ലവർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? ഫോണിലൂടെ ചീത്തവിളിയും ഭീഷണിക്കായിരുന്നു. ഒടുക്ക അവൾ ബ്ലോക്ക് ചെയ്തു. ഷിനോജ് കുഞ്ഞിനെ അവൾക്ക് നൽകി എഴുന്നേറ്റു. ഞാനും സീതേച്ചി കണ്ടിട്ട് വരാം. ആ പെണ്ണിനോട് മിണ്ടാനാ? നടക്കട്ടെ നടക്കട്ടെ, രഞ്ജിത്ത് കളിയാക്കി. ഒന്ന് പോളിയാ, അവള് ദിവസം ഉറങ്ങും വരെ ഫോൺ സംസാരിക്കാറുണ്ട്. പിന്നെന്താ? എന്നിട്ട് നീ അവളെ മനസ്സിലാക്കിയോ? തീർച്ചയായിട്ടും ഒരു പാവ. ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചു. ഏട്ടന്റെ മരണം ആകെ തളർത്തിയ സമയത്ത് സമാധാനിപ്പിക്കാനും കൂടൽക്കാനും വന്നവനാ വിവേക്. പിന്നെ അവർക്കിടയിൽ ആ ഇഷ്ടം വളർന്നു. ആദ്യം നല്ലതായിരുന്നു, പിന്നീട് അവന്റെ സ്വഭാവം മാറി. ഒരുപാട് റൂൾസ്. അവൾക്കൊന്ന് അനങ്ങാൻ പോലും അവന്റെ പെർമിഷൻ വേണം. എന്നും വഴക്ക്. അവള് പോലീസാകുന്നതിന് ഇഷ്ടമല്ല. ആ പേരില അവസാനം ഉടക്കിയത്. പരമാവധി അവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. പറ്റില്ലെന്ന് മനസ്സിലായപ്പോഴാണ് റോഷ്നിയില്ലാതെ നിർത്താൻ തീരുമാനിച്ച്. അപ്പൊ അവരെ അടിച്ച് പിരിഞ്ചു അല്ലേ? നീ രക്ഷപ്പെട്ടല്ലോ. ചുമ്മാതിരി എളിയ. ഡ്രസ്സ് മാറുന്ന പോലെ ആളെ മാറ്റാൻ കഴിയും. അവൾക്ക് ഞാനും നല്ല സുഹൃത്ത് മാത്രമാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചിലപ്പോൾ വിവേക് തെറ്റ് മനസ്സിലാക്കി വന്നാൽ അവൾ സ്വീകരിക്കും. അപ്പം നിനക്ക് വേദനിക്കില്ല ഷിനു? ലക്ഷ്മി ചോദിച്ചു. നിന്റെ മനസ്സിൽ അവളോട് സൗഹൃദം മാത്രമല്ലെന്ന് ഞങ്ങൾക്കറിയാം. നാളെ അവർ വീണ്ടും ഒരുമിച്ച് അവിടെ കല്യാണം കഴിഞ്ഞാൽ നീ എങ്ങനെ സഹിക്കൂടാ? ആ, ഇച്ചിരി വിഷമൊക്കെ ഉണ്ടാവും. അപ്പം ഞാനൊരു ഹാഫ് ബോട്ടിൽ ബ്രാൻഡി വാങ്ങി ഡാമിൽ പോയിരുന്ന് അടിക്കും. കുറച്ചു നേരം കരഞ്ഞാൽ ഞാൻ ഓക്കെയാവും. അതിനുശേഷം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ആഗ്രഹിച്ചൊക്കെ നേടിയെടുത്ത മനുഷ്യർ വളരെ കുറച്ചേ ഉള്ളൂ ഈ ഭൂമിയിൽ. എൻ്റെ വെൽഡിംഗ് ഷോപ്പും വയലിലെ ക്രിക്കറ്റ് കളിയും ഡാമിലെ മീൻപിടുത്തവും ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എൻ്റെ ലോകം. അത്ര മതി. അതിമൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അവളെ സ്വന്താക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു. അത് സത്യ. അന്ന് കണ്ണൂർ പോയപ്പോൾ രാത്രി ഹോട്ടലിൽ താമസിച്ചില്ലേ? ഞാൻ 2 റൂം എടുത്തിരുന്നു. ഒന്ന് എനിക്കൊന്ന് അരണിനും മറ്റേത് അവൾക്കും. ഒന്ന് എനിക്കും അരണിനും മറ്റേത് അവൾക്കും. പക്ഷെ അവൾക്ക് ഒറ്റക്കുറങ്ങാൻ പേടി. ഒടുക്കം ഞാൻ അവളുടെ മുറി കിടന്നു. ആ ഒരു രഞ്ജിത്തിനെ നോക്കി. അളയും തെറ്റിദ്ധരിക്കണ്ട, 2 ബെഡുണ്ടായിരുന്നു. അന്ന് ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് ഞാനിവിടെ കിടക്കുന്നുണ്ട് പേടിയൊന്നുമില്ല എന്ന്. അപ്പോൾ അവൾ പറഞ്ഞെന്താണെന്നറിയോ? വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടെന്ന് മനസ്സിലായത് ഈ നാട്ടിൽ വന്നതിന് ശേഷമാണെന്നും രഞ്ജിയുടെ അരുണേട്ടനെയും ഷിനുവേൻ്റെ ഒക്കെ കൂടെ എവിടെ വേണേലും വിശ്വസിച്ച് പോവാന്നു. അങ്ങനെയുള്ളൊരു പെണ്ണിനെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ആരുടെ കൂടെ ആയിരുന്നാലും അവൾ സന്തോഷത്തോടെ ജീവിക്കുന്ന മാത്രം കണ്ടാൽ മതി. കുഞ്ഞിന്റെ കവളിൽ വേദനിപ്പിക്കാമെന്ന് ഉള്ളിയ ശേഷം അവൻ റോഷ്നിയുടെ വീട്ടിലേക്ക് നടന്നു. ലച്ചു, നിന്റെ അനിയന് നല്ലൊരു മനസ്സുണ്ട്. കൂടെയുള്ളവർ സങ്കടപ്പെടരുതെന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ. പക്ഷെ അവന് നിന്റെ അച്ഛനെ കണ്ടുകൂടാത്ത എന്താ? അങ്ങേർക്ക് ഈ വയസ്സങ്ങൾ തിരിച്ചിരുന്ന് ഒതുങ്ങിക്കൂടെ? ആ, ഇനി എൻ്റെ അച്ഛനെ നെഞ്ചത്തേക്ക് കയറിക്കോ. പറ്റുമെങ്കിൽ ഒരു തേങ്ങ പൊട്ടിച്ച കറിക്കരക്കണം. ലക്ഷ്മി രഞ്ജിത്തിനെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറി. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. റോഷ്നിയുടെ പോലീസ് ട്രെയിനിങ് പൂർത്തിയായി. രഞ്ജിത്തിന്റെ ഇടപെടലും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് സ്വന്തം ജില്ലയിലെ വനിതാ സെല്ലിലെ ആദ്യത്തെ പോസിറ്റീവും കിട്ടി. ആളുടെ വീട്ടിൽ വെച്ച് എല്ലാവരും ചേർന്ന് ശരിക്കും ആഘോഷിച്ചു. ഞാൻ SP, എന്നെ ഒന്ന് സല്യൂട്ട് ചെയ്തേ. ആരും ലുങ്കി മടക്കി കുത്തി അവളുടെ മുമ്പിൽ വന്ന് നിന്നു. അയ്യടാ, കണ്ടാലും മതി. അതെന്താണ് എനിക്കൊരു കുറവ്? വേണ്ടാന്ന് വെച്ചിട്ടാ? അല്ലെങ്കിൽ പഠിച്ച് ഞാനും പോലീസ് കയറിയണേ. പിന്നെ എന്തിനാ വേണ്ടാന്ന് വെച്ച്? എനിക്ക് യൂണിഫോം ഇട്ടുള്ള ജോലി ഇഷ്ടമല്ല. പോരാത്തിന് ആരെയും സാറേന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അല്ലാതെ +2 8 നിലയിൽ പൊട്ടിയുണ്ടല്ല അല്ലേടാ. ഷിനോജ് ഒരു പ്ലേറ്റിൽ കേക്ക് പീസുകളുമായി അങ്ങോട്ട് വന്ന് അതിൽ നിന്നൊരു പീസ് അവൻ്റെ വായിൽ തിരികെ. നിനക്ക് വേണോ റോഷ്നി? വേണ്ട ഷിനേട്ടാ, നേരത്തെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞു. അപ്പൊ നാളെ മുതൽ സിവിൽ പോലീസ് ഓഫീസർ റോഷ്നിയാണല്ലേ? അഭിനന്ദനങ്ങൾ. താങ്ക് യു. എടി, ഒരു മിനിറ്റ്. അരുൺ പോക്കറ്റിൽ തപ്പി. ഒന്ന് കണ്ണടച്ചേ. എന്തിനാണ് നേട്ടാ? പറയുന്ന അനുസരിക്ക് വേണേ. അവൾ കണ്ണടച്ചു. ഇടത് കൈ മുന്നോട്ട് നീട്ട്. അവൾ അതും അനുസരിച്ചു. കയ്യിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇനി കണ്ണു തുറന്നു.
അവൾ ആകാംക്ഷയോടെ കണ്ണു തുറന്നു. കറുപ്പ് നിറത്തിലുള്ള ഒരു സ്മാർട്ട് വാച്ച്. എൻ്റെ ഒരു സമ്മാനം. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, എന്നാൽ ഇത് കൈ കെട്ടണം. എന്തിനാ അരുണേട്ടാ ഇതൊക്കെ? അവൾ വല്ലായ്മയോടെ നോക്കി. നിങ്ങൾക്ക് രണ്ടാൾക്ക് എത്ര വരുമാനം ഉണ്ടാകുന്ന എനിക്കറിയാം, പിന്നെ എന്തിനാ പാഴ്ചെലവുകൾ? എനിക്കങ്ങനെ കൂടപ്പുറപ്പുകൾ ആരുമില്ല. അരുൺ ചിരിച്ചു. ആകെയുള്ള ഇവനും ലച്ചു ചേച്ചി അളിയനൊക്കെയാ. ഇപ്പൊ നീ ആഗ്രഹിച്ച് നേടിയെടുക്കുമ്പോൾ ഒരേട്ടനെന്നില്ലേ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടേ. ആ പുഞ്ചിരിച്ചു. ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ, നിങ്ങൾ സംസാരിക്കുക. അരുൺ മുറ്റത്തേക്ക് നടന്നു. അവിടെയാണ് രഞ്ജിത്തും ലക്ഷ്മി സീതയൊക്കെ ഇരിക്കുന്നത്. ഞാൻ സമ്മാനമൊന്നും വാങ്ങിയില്ല, ഷിനോജ് വിഷണ്ണനായി പറഞ്ഞു. അതൊന്നും ഓർത്തില്ലെന്നാ സത്യം. നീ ആഗ്രഹിച്ച് നേടിയെടുത്ത സന്തോഷം മാത്രമായിരുന്നു മനസ്സിൽ. പിന്നെ ഇവിടുത്തെ തിരക്കുകൾ, ഒന്നിനും സമയം കിട്ടിയില്ല. രാവിലെ മുതൽ അവൻ ഓടി നടക്കുകയാണെന്ന് റോഷിനിക്ക് അറിയാം. ആദ്യം അവളെയും കൂട്ടി അമ്പലത്തിൽ പോയി, പിന്നെ സീതയും കൊണ്ട് ഹോസ്പിറ്റൽ ചെക്കപ്പിന്. തിരിച്ചു വന്നപ്പോൾ വൈകിട്ട് 4 മണിയോളമായി. അതിനുശേഷം കവലിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവളും ഷിനോജി ലക്ഷ്മിയും ചേർന്നാണ് എല്ലാവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയത്. രഞ്ജിത്തിന്റെ കൂടെ അരുൺ വരുന്ന കുറച്ചു നേരം മുമ്പാണ്. അവർ കേക്കും കൊണ്ട് വന്നു. പിന്നെ എല്ലാവരും കേക്ക് മുറിച്ചും ഭക്ഷണം കഴിച്ചും കഴിയുമ്പോഴേക്കും രാത്രി 9 കഴിഞ്ഞു. ഞാനതിന് എന്തെങ്കിലും സമ്മാനം ആവശ്യപ്പെട്ട ഷിനേട്ടാ? അതല്ല, പക്ഷേ ഒരു പക്ഷേയുമില്ല. പണ്ട് ഏട്ടൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പോലീസ് യൂണിഫോം ഇട്ട് എന്നെ കാണണമെന്ന്. പക്ഷേ വിവേകിന് വേണ്ടി ഞാൻ എല്ലാ സ്വപ്നവും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത് ഷിനുവേട്ടൻ പറഞ്ഞ വാക്കുകളാണ് എന്നെ മാറ്റിയതും ഞാനിന്ന് ആഗ്രഹിച്ച് നേടിയെടുത്തതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്കൊന്നും തന്നില്ലെങ്കിലും എനിക്ക് യാതൊരു പരിഭവമില്ല. നാളെ ഞാൻ കൊണ്ട് വിടണോ? വേണ്ട, ഞാൻ രഞ്ജിയേട്ടൻ്റെ കൂടെ പോവാം. അപ്പോൾ ബെസ്റ്റ് വിഷസ്. അവൻ റോഷ്നിക്ക് ഷേക്കാൻഡ് നൽകി. പിന്നെ മുറ്റത്തേക്ക് ചെന്നു. പിന്നാലെ റോഷ്നി. അവിടെ എല്ലാവരും എന്തോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ പോട്ടെ സീതേച്ചി, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ മോനെ? എനിക്ക് നാളെ ഒരു വരെ പോകാനുണ്ട്. അവൻ ബൈക്കിൽ കയറി ലക്ഷ്മിയെ നോക്കി. ആദുടനെ എവിടെയാ? ഉറങ്ങിയടാ. ശരിയടേ, ഗുഡ് നൈറ്റ്. എടാ നോക്കി പോണേ, ആ റോഡിലേക്ക് ആയിരുന്നിടത്തേ ഒരു മരക്കൊമ്പ് ചാഞ്ഞെടുക്കുന്നുണ്ട്. ഷിനോജ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തും അരുൺ പുറകിൽ കയറി. നീയും പോവാണോ? പിന്നെ ഇവൻ പോയാൽ ഞാൻ വീട് വരെ നടക്കണ്ടേ? നിന്റെ ബൈക്ക് എവിടെ? ആ വർക്ക്ഷോപ്പിലാ, നാളെ കിട്ടും. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. റോഷി പോലീസേ, നാളെ ഫ്രീ ആകുമ്പോൾ വിളിക്ക്. ഷിനോജ് ബൈക്ക് മുന്നോട്ടെടുത്തു. എന്നാൽ അവൾ കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായി അല്ലേ ഷിനു? യാത്രക്കിടാനും ചോദിച്ചു. പെൺകുട്ടികളാ ഇങ്ങനെ വേണം. ഷിനോജ് ഒന്നും മിണ്ടിയില്ല. ബൈക്ക് അരുണിന്റെ വീണ്ടുമ്പിലെത്തി. എടാ നിനക്ക് നാളെ എവിടെയാ പോകേണ്ടത്? ആവശ്യമുണ്ട്. ഷിനോജിന്റെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഗൗരവം. അതെന്താണ് ഞാനറിയാത്ത ആവശ്യം? എന്റെ എല്ലാ ആവശ്യങ്ങളും നിന്നോട് പറയണോ? നീ എന്നോട് എല്ലാം പറഞ്ഞാണോ ചെയ്യുന്നത്? ഞാനെന്താ നിന്നോട് പറയാത്തത്? അരുണിനൊന്നും മനസ്സിലായില്ല. റോഷിനിക്ക് നീ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം എന്നോട് പറഞ്ഞു. ഇന്ന് വൈകിട്ട് ഞാൻ നിന്നെ വിളിച്ചിരുന്നു. അപ്പൊ പോലൊരു വാക്ക് പറയാനൊക്കെ തോന്നിയോ? ചേടാ. അരുൺ ബൈക്കിൽ നിന്ന് ഇറങ്ങി. നീ എന്താ ഷിനു കൊച്ചുകുട്ടികളെ പോലെ? ഞാനിത് പ്ലാൻ ചെയ്തൊന്നല്ല. രഞ്ജിയുടെ കൂടെ ടൗണിൽ വരുമ്പോൾ നമ്മുടെ ആദിലിന്റെ ഷോപ്പിൽ നിന്ന് കയറി. അവിടുത്തെ ഇപ്പൊ തോന്നിയ കാര്യമാണ്. അതിന് കാശ് പോലും കൊടുത്തിട്ടില്ല. എന്നാലും നിനക്കെന്നോടൊന്നും പറയായിരുന്നില്ലേ? ഞാനിപ്പോൾ അവിടെ മുമ്പിൽ ഒന്നുമല്ലാതായി. ഇതാണ് നിന്റെ പ്രശ്നം. അരുൺ പരിഹാസത്തോടെ ചിരിച്ചു. എടാ ഇത്രയ്ക്ക് ഈഗോ പാടില്ല. ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് കണ്ടിട്ട് ഞാൻ അവൾക്ക് കൊടുത്ത്. നീ സ്നേഹിക്കുന്ന പെണ്ണല്ലേ അവള്. അപ്പൊ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം നീ തന്നെ ചിന്തിക്കണം. എന്നെ ഒരു ദിവസം ആകെ 1-2 തവണ അവൾ വിളിക്കാറുള്ളൂ. പക്ഷെ നിന്നെയോ മണിക്കൂറുകളോട് രണ്ടാളും സംസാരിക്കാറില്ലേ? നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അവൾക്കും അവിടെ നിനക്ക് നന്നായിട്ട് അറിയാലോ. ആ ഡ്രീംസ് ഫാഷൻസിൽ 500 രൂപ കൊടുത്താൽ നല്ല 1-1/2 ടോപ്പ് കിട്ടും. ഒരെണ്ണം വാങ്ങി അവൾക്ക് കൊടുക്കാൻ നിനക്ക് ആരെങ്കിലും പറഞ്ഞു തരണം. അതുകൊട്ടെ 2 ദിവസം മുമ്പ് ഞാനും നീ അവളും കൂടി സീതേച്ചിയെ നടത്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചല്ലടാ അവളുടെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയത്. ഇന്ന് രാവിലെ അവൾ നിന്റെ കൂടെ അമ്പലത്തിൽ വന്നില്ലേ? സ്വാഭാവികമായിട്ട് അമ്പലത്തിന്റെ അകത്ത് കയറുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കും. നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. നീ അവളുടെ ചെരുപ്പ് ശ്രദ്ധിച്ചിരുന്നോ? ഒരെണ്ണത്തിന്റെ വള്ളി പൊട്ടിയിട്ട് തുന്നിയിട്ടുണ്ട്. പുതിയത് വാങ്ങി കാശ് കളയാൻ ആ പാവത്തിന് മടി. കാരണം അമ്മയ്ക്ക് വേണ്ടി ഒത്തിരി ചിലവായിട്ടുണ്ട്. ഇന്ന് നിനക്ക് വേണമെങ്കിൽ ഒരു ജോഡി ചെരുപ്പ് വാങ്ങി കൊടുക്കായിരുന്നു. നീ അത് ചെയ്തോ? പകരം ലച്ചു ചേച്ചി കൊടുത്തു. ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നുമല്ല. ചെയ്തില്ലെങ്കിൽ അവൾക്ക് യാതൊരു പരാതിയും ഉണ്ടാവില്ല. എന്നിട്ടും ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയോ? നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. അല്ലാതെ മുത്തേ പാലേ തേനേ ബേബി എന്നൊക്കെ വിളിച്ച് ഒലിപ്പിക്കുന്നതല്ല സ്നേഹം. ശരി, എല്ലാം വിട്. ഏകദേശം 1.5 വർഷത്തോളായില്ലേ നീ അവൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്? നിന്റെ മനസ്സിൽ അവളൊരു സുഹൃത്ത് മാത്രമാണോ? അല്ല, നീ അവളെ പ്രണയിക്കുന്നുണ്ട്. അവള് നിത്യജീവിതത്തിൽ നടക്കുന്ന A to Z കാര്യങ്ങൾ നിന്നോട് പങ്കുവെക്കാറില്ലേ? എന്നിട്ട് നിന്റെ ഉള്ളിലിഷ്ടം നീ അവളോട് പറഞ്ഞു ഇല്ല. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമെ വെറും സുഹൃത്ത് മാത്രമായിട്ട് അഭിനയിക്കുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല അല്ലേ? ഷിനോജിന് മറുപടി ഉണ്ടായില്ല. ഞാൻ ആ കൊച്ചിന് വാച്ച് വാങ്ങി കൊടുത്തതിനാണോ നീ ഇത്രയും നേരം മോന്തയും വീർപ്പിച്ചിരിക്കുന്നത്? കഷ്ടം. എടാ നമുക്ക് പ്രായം 18 അല്ല. അതെങ്കിലും നീ ഓർക്കണം. എന്തൊക്കെ ന്യായീകരിച്ചാലാരുടെ നീ എന്നോട് മറച്ചു വെച്ച ഒട്ടും ശരിയായില്ല. ആണോ? എന്നാ പോയി കേസ് കൊടുക്കണം അമ്മായി. അല്ലേ വേണ്ട, വെറുതെ എന്റെ എനർജി കളയാൻ. നീ പോയെ. ഇപ്പൊ സംസാരിച്ച് നമ്മൾ തമ്മിൽ തെറ്റും. ഒരു പെണ്ണിന്റെ പേരിൽ അങ്ങനെ സംഭവിക്കണ്ട. ഗുഡ് നൈറ്റ്. അരുൺ വീട്ടിലേക്ക് കയറിപ്പോയി. കുറച്ചു നേരം അവിടെ തന്നെ നിന്ന ശേഷം ഷിനോജ് ബൈക്ക് മുന്നോട്ടെടുത്തു. എന്തിനാണ് അരുണിനോട് വഴക്കിട്ടെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. അവളുടെ പിറന്നാളൊന്നുമല്ല, പിന്നെ നിനക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ലെന്നോർത്ത് സങ്കടപ്പെടണം. തനിക്ക് പറ്റാത്ത മറ്റുള്ളവർ ചെയ്തതിന്റെ അസൂയാണ്. പക്ഷെ സമ്മതിക്കാനൊരു മടി.
അരുണും ചേച്ചിയും റോഷിനിയുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. തനിക്കതിന് കഴിയുന്നില്ലല്ലോ. ശരിക്കും തനിക്ക് അവളോട് പ്രണയം തന്നെയാണോ, അതോ വെറും ഒരു ആകർഷണം മാത്രമോ? ചോദ്യങ്ങൾ തലവിരിപ്പിച്ചു തുടങ്ങിയോടെ അവൻ ബൈക്കിന്റെ വേഗം കൂട്ടി. റോഷിനിക്ക് ജോലി കിട്ടിയതോടെ സീത വീട്ടിൽ തന്നെ ഇരിപ്പായി. ആക്സിഡന്റിൽ പരിക്ക് പറ്റിയ കാലിൽ ഇടയ്ക്കിടെ കഠിനമായ വേദന അനുഭവപ്പെടുന്നതിനാൽ അവരോടെങ്കിലും പോവേണ്ടെന്ന് പറഞ്ഞ അവൾ തന്നെയാണ്. ഇത്രയും കാലം കഷ്ടപ്പെട്ട അമ്മയെ വിശ്രമിക്കാൻ വേണമെന്ന് അവളുടെ ആഗ്രഹമായിരുന്നു. ജീവിതം സുഖമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തു. ലോൺ എടുത്തൊരു സ്കൂട്ടി വാങ്ങിയതിനാൽ യാത്രയും സുഗമമായി. ഒരു കുടുംബം പോലെ സ്നേഹവും കരുതലും നൽകുന്ന ലക്ഷ്മി രഞ്ജിത്തും എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഷിനോജും അരുണും. ആകെയുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്ക് പല നമ്പറുകളിൽ നിന്ന് വിളിക്കുന്ന വിവേക് മാത്രമാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറം അവനും ശല്യം ചെയ്യാറില്ല. അത് തന്റെ യൂണിഫോം നൽകുന്ന സുരക്ഷിതത്വമാണെന്ന് അവൾക്കറിയാം. നിങ്ങൾക്ക് രണ്ടാൾക്ക് കല്യാണപ്രായമായില്ലേ, പിന്നെന്താ അതിന് ശ്രമിക്കാത്ത? ഒരു ദിവസം അവൾ ഷിനോജിനോട് ചോദിച്ചു. അന്ന് ഓഫായതിനാൽ അവൻ്റെ കൂടെ ചെറിയ ഷോപ്പിന് ടൗണിൽ വന്നാണ്. മാളിലെ കഫ്റ്റീരിയയിലിരിക്കാൻ രണ്ടുപേരും. ശ്രമിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? അടുത്ത ഞായറാഴ്ച അരുൺ പെണ്ണാണാൻ പോകുന്നുണ്ട്. ഇഷ്ടപ്പെടാൻ നീയും ചേച്ചി പോയി കണ്ടോ? ഷിനോജ് കോഫി ഊതി കുടിച്ചു. അപ്പൊ ഷിനുവേട്ടിന് പെണ്ണൊന്നും വേണ്ടേ? ഏയ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. ഇപ്പം അങ്ങനെ തോന്നും, കാരണം അച്ഛനും അമ്മയ്ക്ക് ഉണ്ടല്ലോ. നാളെ അവർ ആരുമില്ലെങ്കിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. അന്ന് മനസ്സിലാവും. അതൊക്കെ ഒരു ഇമാജിനേഷൻ മാത്രമല്ലേ റോഷി. കിട്ടുന്ന പറഞ്ഞ് ശരിയില്ലെങ്കിൽ വീട്ടിൽ കയറി ചെല്ലുന്ന നേരത്തെ സന്തോഷം ഉണ്ടാവുമോ? അതിനേക്കാൾ നല്ല നീ പറഞ്ഞ ശൂന്യത തന്നെയാണ്. നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തണം. പ്രശ്നം തീർന്നില്ലേ? ഈ ഉപദേശിക്കുന്ന നിനക്കിതൊന്നും ബാധകമല്ലേ? ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ശനിയേട്ടാ. ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാണ്ട് അതിനുശേഷം തീരുമാനിക്കും. വിവേകിന്റെ കാര്യമാണോ? ഇപ്പോഴും നീ അത് വിട്ടില്ലേ? പിടിവാശികൾ ഉപേക്ഷിച്ച എനിക്ക് എന്തുകൊണ്ട് നല്ല ആ ബന്ധം തന്നെയല്ലേ. ഒന്നില്ലെങ്കിലും 3 വർഷത്തോളം പരസ്പരം അറിയാവുന്നവരല്ലേ ഞങ്ങൾ. ആയിക്കോട്ടെ. ഷിനോജ് കോഫി കുടിച്ചു തീർത്തു. പോവാം. എന്തു പറ്റി? അവന്റെ മുഖത്തെ മ്ലാനത റോഷിനി ശ്രദ്ധിച്ചു. ഒന്നുമില്ല. പറയുന്നേ, ഞാനെല്ലാം പറയാറുണ്ടല്ലോ. അത് നിനക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നോക്കാലോ. ഷിനുവേട്ട പറ. അവനൊന്ന് ആലോചിച്ചു. റോഷിനി നമ്മൾ പരിചയപ്പെട്ടിട്ട് 2 വർഷത്തോളായി. ഇത്രയും കാലം നിന്നിൽ നിന്ന് ഞാനൊരു കാര്യം മാത്രം മറച്ചു വെച്ചു. അത് ചേച്ചിക്കും അളിയനും അരുണിനും എല്ലാം അറിയാം. നിന്നോട് പറയാൻ അവർ ശ്രമിച്ച ഞാൻ തടഞ്ഞതാ. നീ ചിലപ്പോൾ വേറെ അർത്ഥത്തിൽ എടുക്കുന്നുള്ള പേടിയുണ്ടാകും. പക്ഷേ ഇനി എനിക്ക് വയ്യ. അവൾ കേട്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കണ്ട് നീ ഓർക്കുന്നുണ്ടോ? നിന്റെ വീട്ടിലേക്ക് താല്പര്യമില്ലാതെ വന്നായിരുന്നു ഞാൻ. ഫോണിൽ വിവേകിനോട് സംസാരിച്ചുകൊണ്ടാ നീ വാതിൽ തുറന്നത്. ആ നിമിഷം മനസ്സിലേക്ക് കയറി കൂടിയതാണ് ഈ രൂപം. നീ പോലും അറിയാതെ നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു. തുറന്നു പറയാൻ ധൈര്യം ഉണ്ടായില്ല. എന്നോട് കാട്ടുന്ന ഈ അടുപ്പം നഷ്ടപ്പെടുമെന്ന ഭയം. ഇത്രയും നാൾ ഞാൻ ഉരുകിയായിരുന്നു. ശരിയായിട്ട എന്താ ഇതൊക്കെ? ആൾ അമ്പരപ്പോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സത്യം, ലൈഫിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ പെണ്ണൊന്നുമല്ല നീ. പക്ഷേ സ്വന്തമല്ലെന്ന് പറഞ്ഞിട്ടും സ്നേഹിച്ച നിന്നെ മാത്രമാണ്. നിന്നെ കാണുമ്പോൾ, നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനൊരു സാധാരണക്കാരനാണ്. ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് പ്രപ്പോസ് ചെയ്യണമെന്ന് അറിയില്ല റോഷി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അത്രമാത്രം. റോഷി തലവനിച്ചിരിക്കുകയാണ്. തിരിച്ച് ഇഷ്ടപ്പെടുന്നൊന്നും ഞാൻ പറയില്ല. തീരുമാനം എന്ത് തന്നെയായാലും ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ നോ ആണ് ഉത്തരമെങ്കിലും ഈ സൗഹൃദം ഇതുപോലെ ഉണ്ടാവണം. ഞാനൊരു മണ്ടത്തരം പറഞ്ഞെന്ന് കരുതി മറന്നാൽ മതി. പോവാം. ആൾ കവറുകളുമായി എഴുന്നേറ്റു. നേരെ കൗണ്ടറിൽ ചെന്ന് കോഫിയുടെ പൈസയും കൊടുത്ത് പുറത്തിറങ്ങി. പിന്നാലെ അവനും. നാട്ടിലേക്കുള്ള യാത്രയിൽ അവരൊന്നും സംസാരിച്ചില്ല. കൗലിയിലേക്ക് കയറാതെ ഇടവഴിയിലൂടെയാണ് ഷിനോജ് ബൈക്ക് ഓടിച്ച്. അച്ഛനോ മറ്റു നാട്ടുകാരെ കണ്ട റോഷിനിക്കാണ് മോശം എന്നവൻ അറിയാം. ബൈക്ക് അവളുടെ വീടിനടുത്തെത്തിയപ്പോൾ സമയം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. ലക്ഷ്മിയുടെ വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അവൾ രഞ്ജിത്ത് ഒരു മാരേജ് റിസപ്ഷന് പോയതാണ്. റോഷിനിയും ബൈക്കിൽ നിന്നിറങ്ങി. ഷിനുവേട്ട, ഞാനൊരു പൊട്ടിപ്പെണ്ണൊന്നല്ല. ഇത്രയും നാൾ കൂടാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഞാൻ അന്നേ ഊഹിച്ചതാ. അതറിഞ്ഞിട്ടും പ്രോത്സാഹിപ്പിക്കാഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യമില്ലാണ്ട് തന്നെയാണ്. തുടക്കത്തിലെല്ലാം മനോഹരമായിരിക്കും, പക്ഷേ പതിയെ കഥ മാറും. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായി ഞാൻ. ഇപ്പോൾ പച്ചവെള്ളം കണ്ടാലും പേടി തോന്നുന്നുണ്ട്. നമുക്കിത് വേണ്ട, ശരിയാവില്ല. ഒന്നാമത് പ്രണയം എന്ന വികാരം തന്നെ വെറുത്തുപോയി ഞാൻ. അതൊന്നും എൻ്റെ മനസ്സിലില്ല. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച ആളാണ് അമ്മ. ഇനിയുള്ള കാലം അമ്മയൊരു കുറവ് വരാൻ നോക്കണം. അതാ ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. ആൾ കയ്യിലെ കവറുകളിൽ നിന്നൊരെണ്ണം തുറന്നു കാട്ടി. ഞാൻ ഈ കേക്ക് വാങ്ങിക്കുമ്പോൾ ഷിനുവേട്ടൻ ചോദിച്ചില്ലേ എന്താ വിശേഷം എന്ന്. പണ്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചി അമ്മക്കൊരു കഷ്ണം കേക്ക് കൊടുത്തു. കുറേ നാൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആർക്കും വേണ്ടാതെ കളയുന്ന സമയത്ത് കൊടുത്തതാ. ഞങ്ങൾക്കന്ന് അതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്മ ആ കേക്ക് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഏട്ടൻ ചോദിച്ചു അമ്മ കഴിച്ചു വന്നു. എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിക്കുന്നത് നോക്കിയിരുന്നു. പിന്നീട് അറിയുന്നു അമ്മ കള്ളം പറഞ്ഞാണെന്ന്. അമ്മയ്ക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കേക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഏട്ടന് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇടയ്ക്കിടെ വാങ്ങിക്കൊടുക്കും. ഏട്ടൻ മരിച്ചു. ഞാൻ ഫാർമസിയിലെ ജോലിയും മതിയാക്കി. പിന്നീട് അതൊക്കെ നിന്നു. ബാധ്യതകൾ തീർക്കാനുള്ള ഓട്ടത്തിൽ അമ്മയും ഇഷ്ടങ്ങളൊക്കെ മറന്നു തുടങ്ങി.
ഇപ്പം ഞാനതൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ച് ഓരോന്നായി നൽകിയ അതിൽ ഞാൻ ഹാപ്പിയാ. വിവേകിന് അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷെ അമ്മയാണ് ശരിയെന്ന് ഇപ്പം മനസ്സിലായി. ഇനിയുള്ള ലൈഫ് അമ്മയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അവൾ ചിരിച്ചു. എനിക്ക് ഷിനുവേട്ടനോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. അകൽച്ചയും കാണിക്കില്ല. നമുക്ക് പണ്ടത്തെ പോലെ തന്നെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവാം. ഒരു നല്ല കുട്ടിയെ തന്നെ ഷിനുവേട്ടന് കിട്ടും. ആ കല്യാണത്തിന് ഓടി നടക്കാൻ ഞാനും ഉണ്ടാവും. എൻ്റെ വലിയ ആഗ്രഹം അത്. ഈ വിഷയം വിട്ടേക്ക്. നമ്മളിങ്ങനെ സംസാരിച്ചിട്ടില്ല. ഓക്കെ ആണോ? അവൻ യാന്ത്രികമായി തലയാട്ടി. വാ, അത്താഴം കഴിച്ചിട്ട് പോവാം. ഏയ് വേണ്ട. ഒന്ന് ചോദിച്ചോട്ടെ, ലച്ചു ചേച്ചിയോട് രഞ്ജിയേട്ടനോട് വെറുപ്പാണിക്കുന്നുണ്ടല്ലേ ഷിനുവേട്ട അച്ഛനോട് അമ്മയോടും മിണ്ടാത്ത്? ഞാൻ ആവശ്യത്തിന് മിണ്ടുന്നുണ്ടല്ലോ. അങ്ങനെ ആയിരുന്നോ പണ്ടേ? അച്ഛനോട് അങ്ങനെ തന്നെയായിരുന്നു. എന്നോട് പൊതുവെ മൂപ്പരൊന്നും സംസാരിക്കാറില്ല. എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുമില്ല. എൻ്റെ ഇഷ്ടങ്ങൾ നോക്കാൻ ഓരോന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച മുതൽ ഞാനും പൂർണ്ണമായിട്ട് മാറി. ഷിനുവേട്ട അകൽച്ചയാണെങ്കിൽ തോറും അവർക്ക് ചേച്ചിയോട് ദേഷ്യം കൂടുകയല്ലേ ചെയ്യുക? അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മെനക്കെട്ടിട്ടില്ല. അതാണ് സത്യം. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ കുടുംബം. ഷിനുവേട്ടൻ പേരൻസിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ അച്ഛനൊരു പാവ. പരിക്കൻ ശബ്ദം വലിയ മീശയുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടെ കടയിൽ പോകാറുണ്ട്. നല്ല പെരുമാറ്റം. അമ്മയും പറയാറുണ്ട് ആള് നല്ലവനാണെന്ന്. ഈ കോംപ്ലിമെന്റ് നീ അച്ഛനെ തന്നെ കൊടുത്താൽ മതി. ഒരുപാട് പേര് ഉപദേശിച്ചാ ഞാൻ നന്നായുള്ള റോഷിനി. മക്കളുടെ ആഗ്രഹങ്ങൾക്ക് പുലിവില കൊടുക്കാത്ത ആളുകളെ കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട. ഗുഡ് നൈറ്റ്. ബൈക്ക് മുന്നോട്ട് കുതിച്ചു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലല്ല, മറിച്ച് നാളെ മുതൽ റോഷിനിയോട് പഴയതുപോലെ പെരുമാറാൻ പറ്റുമെന്ന് ഓർത്തായിരുന്നു അവന് വേവലാതി. ഇത്രയും നാൾ അഭിനയിച്ച തന്നെ അവൾ ഇനി വിശ്വസിക്കുമോ? മറ്റുള്ളവരെ പോലെ ഒരുത്തരാണ് താനെന്നല്ലേ അവൾ ചിന്തിക്കുക. എന്തും പങ്കുവെക്കുന്ന അടുപ്പം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കെന്ന് ഓർത്തോടെ അവന് അസ്വസ്ഥത തോന്നി. വീട്ടിലെത്തി ബൈക്ക് മുറ്റത്ത് പാർക്ക് ചെയ്ത് അവനകത്ത് ചെന്നപ്പോൾ ഭരതനും അനിതയും ഹാളിൽ നിന്ന് ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്നു. അവനയാളെ ഗൗനിക്കാതെ നടക്കാൻ തുടങ്ങി. അനിതേ, നിന്റെ മോനോട് ചോദിക്ക് എന്താ ഉദ്ദേശം. ഷിനോജി തിരിഞ്ഞവരെ നോക്കി. ഒരുത്തി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി നാണം കെടുത്തി. ഇപ്പൊ നിന്റെ മോനൊരു പെണ്ണിനെയും കൊണ്ടാ കറക്കം. എന്ത് വേണേലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിന്റെ മോനുണ്ട് എന്ന് വെച്ചാൽ അതെന്നെ നാണം കെടുത്തിയിട്ടാവരുത്. ഞാൻ ആരെയും നാണം കെടുത്തിയിട്ടൊന്നുമില്ല. ഷിനു, കണ്ണൂര് വർക്ക് നോക്കാമെന്ന് പറഞ്ഞ് നീ എവിടെയാ പോയത്? അനിത ചോദിച്ചു. എവിടെയാ പോയതെന്ന് നിങ്ങൾ രണ്ടാളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ എന്തിനാ ഈ വിചാരണ? അവന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിൽ താമസിക്കാൻ വന്ന ഒരു പെൺകുട്ടി എന്നെ വിശ്വാസമുള്ളതുകൊണ്ട് ഒരു സഹായം ചോദിച്ചു. ഞാനത് ചെയ്തു കൊടുത്തു. അല്ലാതെ ഞാനാരെയും പീഡിപ്പിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. കണ്ണൂർ പോയി വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞല്ലോ. ഇപ്പോഴാണോ ന്യൂസ് കിട്ടിയേ? എന്താ ഷിനു ഇങ്ങനെയൊക്കെ? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. നിന്റെ കാര്യം പോട്ടെ, അതൊരു പെങ്കൊച്ചല്ലേ. വെറുതെ എന്തിനാ അതിന് ചീത്തപ്പേര് കേൾപ്പിക്കുന്നത്? ഏത് നാട്ടുകാര്? ഒരുത്തരം കൊണ്ട് ഇന്നവരെ എനിക്കൊരു കാൽക്കാശിന് പ്രയോജനം ഉണ്ടായിട്ടില്ല. എന്റെ മുമ്പിൽ വന്നിട്ട് പരദൂഷണം പറയാൻ പറ. ബാക്കി ഞാൻ കൊടുത്തുള്ള അവർക്കുള്ളു. നിനക്കതിന് കഴിയും, പക്ഷെ എനിക്കാരെയും വെറുപ്പിക്കാൻ പറ്റില്ലടാ. ഭരതന്റെ ശബ്ദം ഉയർന്നു. കല്യാണം കഴിക്കണോ? എങ്കിൽ ആണുങ്ങളെ പോലെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് മോളെ കെട്ടിച്ചേരുമെന്ന് ചോദിക്ക്. അവിടെ അമ്മ സമ്മതിച്ചാ കുടുംബക്കാർ പോയി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. അല്ലാതെ ഇനി എന്നെ നാണം കെടുത്തരുത്. പരമാവധി സഹിച്ചു, ക്ഷമിച്ചു, ഇനി വയ്യ. ഈ കുടുംബക്കാരിൽ ചേച്ചിയും ഭർത്താവ് ഉൾപ്പെടുവാവോ? ഷിനോജ് പരിഹസിച്ചു. എന്റെ അറിവിൽ വേറെ കുടുംബക്കാരൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഷിനു നിർത്ത്. അനിത ദേഷ്യപ്പെട്ടു. അച്ഛനെ വിഷമിപ്പിക്കണം നിനക്കെന്താ ഇത്ര വാശി? അച്ഛന് വിഷമിക്കുമ്പോ അമ്മയ്ക്ക് നോവുന്നുണ്ടല്ലേ? ലച്ചു ചേച്ചി കറിയുമ്പോ എനിക്കും അങ്ങനെ തന്നെയാ. കുഞ്ഞിന് 3 വയസ്സ് കഴിയാറായി. ഒരൊറ്റ തവണ അതിന്റെ മുഖം കാണാൻ പോലും തോന്നാത്ത മനസ്സാ നിങ്ങളുടേത്. ഈ വാശിയും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്താ ലാഭം? അതെന്തെങ്കിലും ആവട്ടെ, എന്റെ കാര്യം പറയാം. മറ്റൊരാളെ ആശ്രയിക്കാത്തിടത്തോളം കാലം എന്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. അത് ഈ വീട്ടിൽ നടക്കില്ല. ഭരതൻ എഴുന്നേറ്റു. വർഷങ്ങളോളം കുരുവി കൂടുകൂട്ടുന്ന പോലെ ഓരോ രൂപയും സൂക്ഷിച്ചു വെച്ച് കഷ്ടപ്പെട്ടു അരപ്പട്ടിണി കിടന്നു ഞാൻ ഉണ്ടാക്കിയതായത്. എന്നെ അനുസരിക്കാത്ത, എന്റെ വാക്കുകൾ കേൾക്കാത്ത ആർക്കും ഇവിടെ സ്ഥാനമില്ല. സന്തോഷം. ഷിനോജി കൈകൾ കൂപ്പി. എന്താ ഇത് പറയാൻ ഇത്രയും വൈകുന്ന ആലോചിക്കായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വീടാണ്. 3 ആള് 3 ഇടത്തിരിക്കുന്ന ഒരു കെട്ടിടം. എനിക്കിവിടെ താമസിക്കണമെന്ന് യാതൊരു ആഗ്രഹമല്ല. ഇതിനു മുമ്പേ ഇറങ്ങിപ്പോവായിരുന്നു. പക്ഷെ ചേച്ചിയാ പറഞ്ഞു അച്ഛനും അമ്മയും ഒറ്റക്കാക്കരുതെന്ന്. അവിടെ ദയവിൽ എനിക്കൊരു പുല്ലും വേണ്ടടാ. നിന്റെ പുന്നാര ചേച്ചിയുടെ അളിയന്റെ കൂടെ പോയി താമസിച്ചോ നീ? അത് ഞാൻ തീരുമാനിച്ചോളാം. അവൻ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. എന്താ ഭരതേട്ടാ ഇത്? അനിത കരഞ്ഞു. അവനെ ഒന്ന് തിരിച്ചു വിളിക്ക്. നിനക്കും പോണോ? പോയിക്കോ, എനിക്കാരും വേണ്ട. സഹിക്കാവുന്നതിന്റെ അപ്പുറത്ത് ഞാൻ സഹിച്ചു. ഇന്ന് കടയിൽ വന്ന ഒരുത്തൻ പറയാ മോള് ഓടിപ്പോയത് ടാലിയാക്കാൻ വേണ്ടിയാണ് ആ മോനൊരുത്തിയെ വളച്ചെടുക്കാൻ നോക്കുന്നതെന്ന്. ആന്തോണയില്ലാതെ കഴിയുന്ന അമ്മയും മോളെയും സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിന്റെ പേരിൽ ആ വീട്ടിൽ കയറി നിറങ്ങുന്ന അവർക്ക് മോശാടി. ഇത് ടൗണൊന്നുമല്ല, നാട്ടുകാരെന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അയാൾ കിതച്ചു. അവന് ചേച്ചി ഇങ്ങോട്ട് അടുപ്പിക്കാത്തതിൽ വല്ലാത്ത സങ്കടാണല്ലോ. 3 മാസം മുമ്പല്ലേ ഞാൻ ആശുപത്രി കിടന്ന്. അവന്റെ ഈ ചേച്ചിയോ ഭർത്താവോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ?
അച്ഛൻ മിണ്ടാത്തതിൽ തെണ്ണുള്ള മോൾക്ക് വേണമെങ്കിൽ അവിടെ വരെ ഒന്ന് വരാലോ. നിങ്ങളെ പേടിച്ചിട്ടാവും അത്. അനിത കണ്ണുകൾ തുടച്ചു. വരണമെന്ന് ആഗ്രഹമില്ലാണ്ടിരിക്കും. അവൾക്ക് എന്നെക്കാൾ നിങ്ങളെല്ലാം ഇഷ്ടം. പേടിയോ? ഭരതൻ ചിരിച്ചു. ആശുപത്രിയിൽ ബോധമില്ലാണ്ട് കിടക്കുന്ന ഞാൻ അവളെ തല്ലൊന്നുമില്ലല്ലോ. അവൾക്കിപ്പോ ഭർത്താവായി കുഞ്ഞായി. നിന്റെ മോനും മിക്കവാറും പെട്ടെന്ന് കുടുംബം ഉണ്ടാവും. ഞാനും നീയും ഇങ്ങനെ ഇവിടെ മരണം വരെ. അയാളുടെ ശബ്ദം വിടറി. സാരമില്ല, ജീവിച്ചാലേ പറ്റൂ. നീ പേടിക്കണ്ടടി. ഞാൻ ചത്താലും നിനക്ക് പട്ടിണിയോടാ കഴിയാനുള്ള ബാങ്ക് കിടപ്പുണ്ട്. ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ഒന്ന് നിർത്ത് ഭരതേട്ടാ, പോയി കിടക്ക്. വെറുതെ ഓരോ അസുഖം വരുത്തി വെക്കേണ്ട. അനിത കെഞ്ചി. എന്തൊക്കെയോ സ്വയം പിറുപിറുത്തുകൊണ്ട് ഭരതൻ തന്നെ മുറിയിലേക്ക് നടന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഭർത്താവും മക്കളുമെല്ലാം ഒരുമിക്കുന്ന പ്രതീക്ഷ നഷ്ടമായതോടെ അനിത നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു തുടങ്ങി. ഇത്രയും നാൾ മകളെയും അവിടെ കുഞ്ഞിനെയും കാണാൻ പറ്റാത്ത വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മകനും ഇറങ്ങിപ്പോയി. ആരുടെ പക്ഷം ചേരണം, ആരെ കുറ്റപ്പെടുത്തണം അവർക്കറിയില്ലായിരുന്നു. പിന്നീട് 2 ദിവസം ഷിനോജ് വീട്ടിലേക്ക് വന്നില്ല. അനിത അരുണിനെ വിളിച്ച് അന്വേഷിച്ചു. അവൻ അരുണിന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞോടെ അവർക്ക് തെളിഞ്ഞ സമാധാനമായി. എങ്ങനെയെങ്കിലും അവൻ തിരിച്ചു കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചു. പക്ഷെ തന്റെ ഭർത്താവിനെ എന്തു പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കൂടുതൽ നിർബന്ധിക്കാനും കഴിയില്ല. മനസ്സിനെ വിഷമിപ്പിക്കുന്ന അദ്ദേഹത്തോട് പറയുന്നെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്ന് രാവിലെ നല്ല സുഖം തോന്നാത്തതിനാൽ ഭരതൻ കടതുറന്നില്ല. ദേഹം മുഴുവൻ കുഴമ്പ് തേച്ച് പിടിച്ച് ഉമ്മർത്തിരുന്ന് ചൂടുചായ കുടിക്കായിരുന്നു അയാൾ. അപ്പോഴാണ് അടുത്ത വീട്ടിൽ ലത്തീഫ് തിരക്കിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. ഭരതേട്ടാ, ഇന്ന് കടതുറന്നില്ലേ? ഇല്ലടാ, വയ്യ. നീ എവിടേക്ക് അത്ര രാവിലെ? ആ സീത ചേച്ചിയില്ലേ, ആയുർവേദ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ലക്ഷ്മിയുടെ അയൽക്കാരി. ലക്ഷ്മിയുടെ പേര് കേട്ടതും ഭരതന്റെ മുഖവിലുണ്ട്. ആളെ എനിക്ക് മനസ്സിലായടാ. ആർക്കെന്തു പറ്റി? അവരിന്ന് പുലർച്ചെ മരിച്ചു എന്ന്. എന്ത്? ഭരതൻ ഞെട്ടിപ്പോയി. എങ്ങനെ? കൃത്യമായിട്ടൊന്നും അറിയില്ല. പുലർച്ചെ ശ്വാസം കിട്ടാതെ ആശുപത്രി കൊണ്ടുപോയതാ. പക്ഷെ അവിടുത്തെ എപ്പോഴേക്കും ആൾ മരിച്ചു എന്നാ കേട്ട്. ഞാൻ പോട്ടെ ഭരതേട്ടാ, ശ്മശാനത്തിലേക്ക് കുറച്ച് വിറകും ചെറ്റയിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് ഷിനു വിളിച്ചിരുന്നു. ലത്തീഫ് മറുപടി കാക്കാതെ വേഗത്തിൽ നടന്നു. റോഡരികിൽ നിർത്തിയിട്ട് അവന്റെ ഗുഡ്സോട്ടോ ദൂരേക്ക് മായുന്നു നോക്കി ഭരതനിരുന്നു. എന്നും ചിരിച്ച മുഖവുമായിട്ട് അയാൾ സീതയെ കണ്ടിട്ടുള്ളൂ. പണ്ട് ആശുപത്രിയിലെ ജോലിയും കഴിഞ്ഞ് കവലയിലെത്തുന്നവർ ദിവസവും കടയിൽ കയറി എന്തെങ്കിലും വാങ്ങും. പരിചയപ്പെട്ട ശേഷം ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മിയെയും ഷിനോജിനെയും കുറിച്ച് സംസാരിക്കും. ആദ്യമൊക്കെ താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചെങ്കിൽ അവർ നിർത്തിയില്ല. ഭരതേട്ടാ, നിങ്ങൾ ഉപദേശിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. നാളെ എൻ്റെ മോൾ ഇതുപോലെ ചെയ്ത എനിക്കും വിഷമവും ദേഷ്യവും ഉണ്ടാവും. പക്ഷെ നമ്മുടെ മക്കളല്ലേ, അവരൊരു തെറ്റ് ചെയ്തെന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അകറ്റി നിർത്തണം. ലക്ഷ്മി എന്നും നിങ്ങളെപ്പറ്റി പറയും. അച്ഛനെ വിഷമിപ്പിച്ചില്ല, അവൾക്ക് നല്ല വിഷമമുണ്ട്. രഞ്ജിത്ത് നല്ലൊരു പയ്യനല്ലേ, അവൻ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, എന്നിട്ട് നല്ലൊരു തീരുമാനത്തിലെത്ത്. അത്രയും പറഞ്ഞ് ഓട്ടോ കയറി വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് സീതയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ഒരു തവണ ഭരതൻ അവരെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടിരുന്നു. അവർക്ക് തുണ തന്റെ മകനാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ പോകാൻ ശ്രമിക്കാഞ്ഞ്. അനിത അവിടേക്ക് വന്നു. നിങ്ങൾ ആരോടാ സംസാരിക്കുന്ന കേട്ടല്ലോ? ആരാ? ലത്തീഫിനോടാ. അനിതേ, ആ സീതയില്ലേ, അവർ മരിച്ചുപോയി പോലും. ഈശ്വര, എങ്ങനെ? അനിത നെഞ്ചിൽ കൈവച്ചു. അറിയില്ല, ഒന്ന് അവിടെ വരെ പോകണ്ടേ. കടയിൽ സ്ഥിരമായിട്ട് വരുന്നവരാ അമ്മയും മോളും. നിന്റെ മോനെ ഓരോന്ന് ഒപ്പിക്കുന്നതിന്റെ പേരിൽ ഞാൻ മാറിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ പോയിട്ട് വരി. അനിത പണ്ട് മുതലേ മരണവീടുകളിൽ പോവാറില്ല. അവർക്ക് പേടിയാണ്. തൊട്ടടുത്ത് ആരെങ്കിലും മരിച്ചാൽ അവർ 2 ദിവസം ഉറങ്ങാറില്ല. ചെറുപ്പം മുതലുള്ള ആ പേടി ഇതുവരെ മാറിയിട്ടില്ല. ആ ശരി, കുളിക്കട്ടെ. ചുടുവെള്ളമായോ? ഉവ്, കുളിമുറി കൊണ്ടുവച്ചിട്ടുണ്ട്. അയാൾ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് അരുൺ മുറ്റത്തേക്ക് കയറി വന്നു. ആഹാ, വീരപ്പനോട് ഉണ്ടായിരുന്നു. കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. ചുവന്ന കണ്ണുകൾ ഉറക്കാത്ത കാലുകളും കണ്ടപ്പോൾ തന്നെ അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് ഭരതന് മനസ്സിലായി. അനിതാമോ, എണ്ണയൊക്കെ തേച്ചു പിടിപ്പിച്ച് ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ കൊണ്ടുപോകണോ? അവൻ ലുങ്കി മടക്കി കുത്തി. ഇവിടെ വന്ന് 2 വർത്തമാനം പറയാൻ തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി. അതിനുള്ള ധൈര്യത്തിന് വേണ്ടി ഇച്ചിരി കുടിച്ചിട്ടുണ്ട്. അടിയനോടും മാപ്പാക്കണം. അരുണേ, നീ അകത്തേക്ക് വാ. അനിത ചവിട്ടുപടിയിലേക്ക് ഇറങ്ങി അവനെ കൈ പിടിക്കാൻ ശ്രമിച്ചെങ്കിൽ അവൻ കൈ തട്ടി മാറ്റി. ഞാനിങ്ങനെ കല്യാണം ആലോചിച്ചു വന്നൊന്നല്ല. സ്വന്തം മോനെ ചവിട്ടി പുറത്താക്കിയ വീട്ടിൽ എനിക്കെന്ത് സ്ഥാനം? ഇവിടെ നിന്ന് തന്നെ സംസാരിക്കും ഞാൻ. അവൻ ഭരതനെ നോക്കി. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാ അമ്മ മരിക്കുന്നത്. അന്ന് തളർന്നുപോയ എൻ്റെ അച്ഛനെ താങ്ങി നിർത്തിയത് നിങ്ങളാ. ഷിനോജിനെ പോലെ എന്നെ വളർത്തിയ നിങ്ങളോട് അനിതാമയോടും ഒത്തിരി ബഹുമാനമുണ്ട്. ഞാൻ ഒറ്റക്കാണെന്ന് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. നിഴല് പോലെ ഷിനോജ്, സ്നേഹിക്കാനും ശാസിക്കാനും ലക്ഷ്യം വെച്ച് വിളമ്പിത്തരാ അനിതാമ. എന്റെ കുടുംബം തന്നെയാ ഇത്. അവിടെ തന്നെയാ മോളെ പാടിയടച്ച് പിണ്ണം വെച്ച നിങ്ങളോടൊന്നും ചോദിക്കാഞ്ഞ്. ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കരുതല്ലോ. പക്ഷെ ഇനി എനിക്ക് വയ്യ. അവൻ കാറി തുപ്പി. പ്രേമിക്കുന്നത് തെറ്റാണോ കാരണവരെ? നിങ്ങളും പ്രേമിച്ചില്ലേ പണ്ട്?
നമ്മുടെ രഞ്ജിയേട്ടന്റെ അമ്മേ. ആ പ്രേമം 8 നിലയിൽ പൊട്ടിയന്റെ വാശിയാണ് നിങ്ങൾക്ക്. എന്റെ പൊന്നു മനുഷ്യ, ആണിനും പെണ്ണിനും തോന്നുന്ന ഒരു വികാരാണ് പ്രേമം. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ലയിച്ചു ചേച്ചിക്ക് ശരിയായി. നിങ്ങളുടെ മോന്റേത് വട്ടത്തിന് മൂഞ്ചിപ്പോയി. ഭരതനും അനിതയും ഒന്നും മനസ്സിലാവാ പരസ്പരം നോക്കി. അതായത് ആ പെങ്കൊച്ചിന് വർഷങ്ങളായിട്ട് ഒരുത്തിനെ ഇഷ്ടമായിരുന്നു. അതറിഞ്ഞിട്ട് അവളെ സ്നേഹിച്ച് നിങ്ങളുടെ പുത്രൻ ചെയ്ത തെറ്റ് തന്നെയാ. അവളുടെ പ്രേമം ബ്രേക്കപ്പ് ആയതിനു ശേഷം അവനുള്ളിലെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു. അത് ഞാനും ലജ്ജ ചേച്ചി അളിനെ ഒത്തിരി നിർബന്ധിച്ചുകൊണ്ട്. പക്ഷേ അവൾക്ക് ഇനി ഒരുത്തിനെ ഉൾക്കൊള്ളാൻ വയ്യ. അല്ല, അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വീട്ടിലെ പട്ടിക്കുള്ള സ്വാതന്ത്ര്യം പോലും അവളുടെ പഴയ കാമുകനെ അവൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും പേടി തോന്നുമല്ലോ, ഇല്ലേ? നിരസിക്കപ്പെട്ടതിന്റെ സങ്കടത്തോടെ ഇവിടേക്ക് വന്ന ശിരുവിനെ നിങ്ങൾ ആട്ടിയിറക്കി വിട്ടു. ഗ്രേറ്റ് ഫാദർ, മഹാനായ തന്ത. അരുൺ കൈകൂപ്പി. അല്ല മിസ്റ്റർ ഭരതൻ, ശരിക്കും ചെയ്ത തെറ്റെന്താ? സ്വന്തം ചേച്ചിയെ കൈവിടാത്തോ? ആ ഗൾഫിൽ പോയി കാശ് വരാത്തോ? അറബികളെന്ന് ആർക്കും ഫ്രീ ആയിട്ട് പൈസ കൊടുക്കില്ല. ഒന്നുകിലും നല്ല പഠിപ്പ് വേണം, അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അവിടെ ആള് വേണം. ഇതൊന്നുമില്ലാതെ ലക്ഷക്കണക്കിന് പ്രവാസികൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് അതിന് തക്കതായുള്ള കാരണമുണ്ട്. കടങ്ങൾ, കുടുംബത്തിലെ പട്ടിണി, മക്കളുടെ പഠനം, കല്യാണം. എന്നാൽ നിങ്ങളുടെ മോന് ഇതൊന്നുമില്ല. പിന്നെ എന്തിനായേ ഇഷ്ടമില്ലാത്ത അടിച്ചേൽപ്പിക്കുന്നത്? ഗൾഫ് എന്ന ലേബലാണ് വേണ്ടെങ്കിൽ ആയ കാലത്ത് നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ? അരുണേ, അരുണേ! ഭരതൻ അലറി. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്, നീ പോവാൻ നോക്ക്. യോ, ഞാനങ്ങ് പേടിച്ച് മുള്ളിപ്പോയി. ട്രൗസറിന് നിങ്ങൾ ആരാഹേ? വലിയ മീശ വെച്ചാൽ നിങ്ങൾ വീരപ്പനാകുമോ? പണ്ട് തമിഴ്നാട്ടിൽ കച്ചവടം നടത്തിയിരുന്ന ടൈമിൽ വീരപ്പൻ നിങ്ങളുടെ കടയിൽ അരിയും പരിപ്പും ഉണക്കമീനും സാമ്പാറിന്റെ കഷ്ടങ്ങളും വാങ്ങിയിട്ടുണ്ടെന്ന് ഇവിടെ വന്ന് പടായി പൊട്ടിച്ച ആളല്ലേ നിങ്ങള്? അത് തള്ളാണെന്ന് മനസ്സിലാക്കിയ നാട്ടുകാരിട്ട പേരാ വീരപ്പൻ. അല്ലാതെ ഒറിജിനൽ വീരപ്പൻ നിങ്ങളുടെ അളിയനൊന്നുമല്ലല്ലോ. പേടിപ്പിക്കലൊക്കെ അതെ ഈ പാവ അനിതാമ്മയുടെ അടുത്ത് മതി. അവൻ അനിതയുടെ നേരെ തിരിഞ്ഞു. അച്ഛൻ സന്ധ്യക്ക് കാണുന്ന TV സീരിയലിൽ ഇതുപോലൊരു കഥാപാത്രമുണ്ട്. ഭർത്താവ് എന്തൊക്കെ വിഡ്ഢിത്തരം ചെയ്താലും അത് തിരുത്താതെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു നിർഗുണ പരബ്രഹ്മം. മോളുടെ കുട്ടി നടക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങി. അതിനൊന്ന് കൊഞ്ചിക്കാനുള്ള ആഗ്രഹം പോലും ഇങ്ങർക്ക് വേണ്ടി ഉപയോഗിച്ച സ്നേഹം കൊണ്ടല്ലേ? ഏതേ സ്നേഹം തന്നെയാ നിങ്ങളെ മോൾക്ക് രഞ്ജിയേട്ടനോട്. എത്ര തവണ കാല് പിടിച്ച് പറഞ്ഞ കല്യാണം നടത്താൻ. ഇങ്ങേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങളും തടസ്സം നിന്നു. അല്ലാതെ രഞ്ജിയേട്ടൻ കള്ളും കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ടൊന്നല്ലല്ലോ. എങ്ങേരും വയ്യാതെ ആശുപത്രി കിടന്നപ്പോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ചങ്കുകൊട്ടി കാര്യമായിരുന്നു ചേച്ചി. അച്ഛനെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നായിരുന്നു ആ പാവത്തിന്റെ ചിന്ത. പക്ഷെ ഇങ്ങോട്ട് കിടന്നിടന്ന് ആട്ടിയാണെന്ന് പേടിച്ചിട്ട് ആ പാവം വരാഞ്ഞ്. ഒടുക്ക ആശുപത്രി കിടക്കിയിരുന്ന അച്ഛൻ ചപ്പാത്തിയും കടലക്കറിയും മുണുങ്ങുന്ന ഫോട്ടോ ഷിനോജി എടുത്ത് അഴിച്ചു കൊടുത്തപ്പോഴാ ചേച്ചിക്ക് സമാധാനമായത്. നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കി ഇറങ്ങിപ്പോയത് തെറ്റ് തന്നെയാ. പക്ഷേ ഇഷ്ടമില്ലാത്തൊരു തന്നെ കൂടെ മരണം വരെ ജീവിക്കാൻ ചേച്ചിയെ തള്ളിവിടാനൊരുങ്ങിയ നിങ്ങൾ രണ്ടാൾ ചെയ്തു അതേ തെറ്റ് തന്നെയല്ലേ? ആ ലുങ്കി മുറുക്കിയെടുത്തോണ്ട് ഭരതന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. മകനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പേര് ദോഷാ വന്ന്? അവൻ ആരുടെങ്കിലും മുതല് മോഷ്ടിച്ചോ? അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനെ ശല്യം ചെയ്തോ? കള്ളും കുടിച്ച് നാട്ടുകാരെ തുണി പൊക്കി കാണിച്ചോ? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചില്ല, അതാണ് അവൻ ചെയ്ത കുറ്റം. എന്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛന് നിങ്ങളെ പട്ടാളക്കാരനാക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് നിങ്ങളായോ? പോട്ടെ, അതിനുവേണ്ടി ശ്രമിക്കെങ്കിലും ചെയ്തോ? ഇല്ല, പകരം കച്ചവടക്കാരനായി. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? അതുപോലെ തന്നെ അവനും. ലച്ചു ചേച്ചിയുടെ വീട്ടിൽ ദിവസവും പോകുന്നു. അവന് നിങ്ങൾ പരിഗണന കൊടുക്കാത്തോണ്ട് മാത്ര. ആ സീതേച്ചിക്ക് പോലും നിങ്ങളെക്കാൾ ഇഷ്ടം അവനോടുണ്ടായിരുന്നു. പാവം മരിച്ചുപോയി. അരുണം നിർത്തി. ഇന്നലെ വൈകിട്ടും ഞങ്ങൾ സീതേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾ അവനെ ഇറക്കി വിട്ടറിഞ്ഞപ്പോ അവർക്ക് ഒത്തിരി സങ്കടമായി. എന്നിട്ടും നിങ്ങളെ കുറ്റം പറഞ്ഞില്ല. അച്ഛനല്ലേ ഷിനു, അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നു. നീ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞു. അവർക്കും മകൾ അവന് കൊടുക്കാൻ ആഗ്രഹം. കുറച്ചു നാൾ കഴിയുമ്പോൾ അവിടെ മനസ്സ് മാറുന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ ആഗ്രഹിച്ച പോലെ ഷീനോടെ കഴുത്തിൽ താലി കിട്ടുന്ന കാണാൻ അത് കാതിക്കാതെ സീതേച്ചിയും പോയി. അവൻ കണ്ണുകൾ തുടച്ചു. മനുഷ്യന്റെ ഒക്കെ കാര്യം ഇത്രയേ ഉള്ളൂ.
വേണ്ടാത്ത വാശിയും ദുരഭിമാനം വെച്ച് പുറത്തുമ്പോ നാളെ ആർക്ക് എന്തു സംഭവിക്കാന്നുള്ള ബോധം കൂടി വേണം. കടയിൽ സാധനങ്ങൾ തൂക്കി കൊടുക്കുന്ന പോലെ ആണെന്ന് തിട്ടപ്പെടുത്തിയിട്ടല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. എന്നെ പോലെ ഒരു വിവരമില്ലാത്തവന്റെ ഉപദേശം കൊണ്ടൊന്നും നിങ്ങൾ നന്നാവില്ലെന്നറിയാം. പക്ഷേ ഞാൻ ഉപദേശിക്കേണ്ട ലെവലിലേക്ക് നിങ്ങൾ താഴെ നിന്നും മനസ്സിലാക്കി തരണം. അതിനാ മരണ വീട്ടിൽ പോകുമ്പോ ഇവിടേക്ക് വന്ന് നിങ്ങളെ മോൻ അവിടെ ഉണ്ട്. പുലർച്ചെ സീതേച്ചി ഹോസ്പിറ്റലിൽ എത്തിച്ച മുതല് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന എല്ലാം ഞങ്ങളാ. അവിടെ അവൻ ഓടി നടക്കുന്ന ആ പെണ്ണിനെ ഇംപ്രസ് ചെയ്യാനല്ല, അതൊരു കടമയാണെന്ന് അറിയാവുന്നോണ്ടാ. പോട്ടെ, ഇനി ആരും പടി ചവിട്ടില്ല. പറഞ്ഞ വിഷമായെങ്കിൽ ക്ഷമിച്ചേക്ക്. സങ്കടം കൊണ്ടാ അവൻ തിരിഞ്ഞടന്നു. വീട് ഭരത്തേട്ടാ, അവൻ കള്ളുടിച്ച് ബോധലാവരുന്നു പറഞ്ഞതാ. കെട്ടിവിടുമ്പോ ഇങ്ങോട്ട് വരും, അപ്പൊ കൊടുക്കാം. ഭരതൻ അവരെ നോക്കിയാൽ ചിരിക്കാൻ മാത്രം ചെയ്തുകൊണ്ട് കുളിമുറിയിലേക്ക് നടന്നു. വീടിന്റെ ഉമ്മർത്ത് വെള്ളം ഒപ്പിച്ച് കിടത്തിരിക്കുകയാണ് സീതയെ. തൊട്ടടുത്ത് കരഞ്ഞളന്ന് ലക്ഷ്മിയുടെ തോളിൽ തല വെച്ച് റോഷിനി നിൽക്കുന്നുണ്ട്. മുറ്റത്തും പറമ്പിലുമെല്ലാം ആളുകൾ. റോഷിനിയുടെ സഹപ്രവർത്തകർ പോലീസ് അസോസിയേഷന്റെ പേരിൽ റീത്ത് വെച്ച് മാറി നിന്നു. അരുൺ വീടിന് പിറകിൽ ആ നാട്ടിലെ ചെറുപ്പക്കാരിൽ ചിലർക്ക് മദ്യൊഴിച്ചു കൊടുക്കുകയാണ്. ഷിനോജ് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള പൊതുശ്മശാനത്തിൽ സീതയുടെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. ഭരതൻ പതിയെ ഉമ്മറത്തേക്ക് കയറി സീതയുടെ മൃതശരീരം കുറച്ചു നേരം നോക്കി. ലക്ഷ്മി അയാളെ കണ്ടില്ല. രഞ്ജിത്ത് കുഞ്ഞിനെയും കൊണ്ട് റോഡിൽ മാറി നിൽക്കുകയായിരുന്നു. തന്റെ മകളെ ഒന്ന് പാളി നോക്കിയ ശേഷം ഭരതൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഭരത, നീ കുറെ നേരമായി വന്നിട്ട്? നാട്ടുകാരനും പഴയ സഹപാഠിയുമായ പ്രേമദാസൻ അടുത്തെത്തി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ടൗണിൽ ഫാർമസി നടത്തുകയാണ് പ്രേമദാസൻ. ഇപ്പൊ വന്നേയുള്ളൂ പ്രേമ. ശരിക്കും എന്താ പറ്റിയത്? പൾമനറി എംബോളിസ് എന്ന് പറയും. കുറെ കാലമായില്ല അവർ കിടപ്പുടങ്ങിയിട്ട്. അങ്ങനെയുള്ള ചിലർക്ക് കാലിൽ രക്തക്കൊയിലിൽ രക്തക്കട്ടി രൂപപ്പെടും. സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിരിഞ്ഞ് ശ്വാസോകോശത്തിലെത്തി കുടുങ്ങും. അങ്ങനെ സംഭവിച്ച പുലർച്ചെ ശ്വാസതടസ്സവും നെഞ്ചുവേദനയും വന്നപ്പോൾ ആ കുട്ടി രഞ്ജിത്തിനെ വിളിച്ചു. നിന്റെ മോനും അരുണും രഞ്ജിത്തും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച്. പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവർക്ക് ബന്ധുക്കൾ ആരുമില്ലേ? 1-2 പേരുടെ നമ്പർ കിട്ടിയിൽ വിളിച്ചു നോക്കി. അവർക്കാർക്കും വരാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടുകാർക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? എടാ, കാശ് വല്ലതും വേണോ? അതൊക്കെ നിന്റെ മോൻ നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട്. ഞാൻ ആ സുലോചനയും കാർത്തിനെയും വിളിക്കട്ടെ. ബോഡി കുളിപ്പിക്കണം. പ്രേമദാസൻ അടുത്ത വീട് ലക്ഷ്യമാക്കി നടന്നു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം സീതയുടെ ശരീരം ശ്മശാനത്തിലേക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. കൊണ്ടുപോലെന്ന് പറയേച്ചി, എനിക്കിനി ആരാ ഉള്ളു? ഏട്ടൻ പോയി. ഇപ്പൊ എന്റെ അമ്മ ഞാൻ തനിച്ചായില്ലേ? എന്നെ തനിച്ചാക്കിയില്ലേ അമ്മ? റോഷ്നി ഉറക്കി നിലവിളിച്ചു. രാത്രി കിടക്കുന്നവരൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ചേച്ചി. അമ്മ വിശ്രമം ചെയ്ത് ആസ്വദിക്കുന്നുണ്ടെന്നാ ഞാൻ കരുതിയത്. ഇങ്ങനെ അപകടമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്റെ ശ്രദ്ധ കുറവുണ്ട് അമ്മ പോയി. എനിക്കിനി ആരായില്ലേ? മോളെ, തളരരുത്. അമ്മയെ നല്ല രീതിയിൽ യാത്ര അയക്കേണ്ടത് നിന്റെ കടമയല്ലേ? അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലക്ഷ്മിയും കരയുകയായിരുന്നു. അടുത്ത മാസം അതുകൂട്ടിന്റെ പിറന്നാള് നന്നായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞതാ അമ്മ. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത്? അമ്മേ, എന്റെ അമ്മയെ കൊണ്ടുപോലെ. എനിക്ക് എന്റെ അമ്മയെ കണ്ട് കൊതി തീർന്നിട്ടില്ല. അവളുടെ കരച്ചിൽ അവിടെ അലയടിച്ചുകൊണ്ടിരുന്നു. വേറെ 2 സ്ത്രീകൾ കൂടി വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അലങ്കരിച്ച ശവമഞ്ചത്തിൽ സീതയെ കിടത്തി നാട്ടിലെ ചെറുപ്പക്കാരെടുത്തു. അപ്പോഴേക്കാരുണ് അവിടെ എത്തി. ഏട്ടാ, അമ്മയെ കൊണ്ടുപോവാ. അടുത്ത ആഴ്ച ഏട്ടന് വേണ്ടി പെണ്ണുകളെ വരാന്ന് പറഞ്ഞ് അമ്മ നമ്മളെ പറ്റിച്ചു. ഏട്ടാ, അരുണൊന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് ശ്മശാനത്തിലേക്ക് നടന്നു. വൈകിട്ട് 6 മണിയോടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തി. റോഷ്നി കരഞ്ഞളന്നുറങ്ങുകയാണ്. സീതയുടെ കൂടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയോട് അവളെ നോക്കാൻ ഏൽപ്പിച്ച് ലക്ഷ്മി തന്റെ വീട്ടിൽ വന്നു. അവൾ കൊടുത്താലേ കുഞ്ഞുവല്ലം കഴിക്കും. സ്റ്റേഷനിൽ നിന്ന് എമർജൻസി കോൾ വന്നപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ട് പോയി. ഷിനോജ്, അരുൺ, ആ നാട്ടിലെ ചിലർ ചേർന്ന് മറ്റ് ചടങ്ങുകൾ പ്ലാൻ ചെയ്യുകയാണ്. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ലക്ഷ്മി മുറ്റത്ത് കാൽപെരുമാറ്റം കേട്ടത്. എഴുന്നേറ്റ് ഉമ്മർത്തേക്ക് ചെന്ന് അവൾ ഞെട്ടിപ്പോയി. ഭരതനായിരുന്നു അത്. അച്ഛൻ? അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. കുറച്ച് ഉപ്പിട്ട കഞ്ഞിവെള്ളം കിട്ടുമോ? എനിക്കിടക്ക് BP ലോ ആവുന്ന പ്രശ്നമുണ്ടേ. വീട് വരെ എത്താനുള്ള ശക്തിയില്ല. തല കറങ്ങുന്ന പോലെ. മരണ വീട്ടിൽ ഇത് ചോദിക്കാനും പറ്റില്ലല്ലോ. ഗൗരവം ഇടാതെയുള്ള സംസാരം. അകത്തേക്ക് വാ. ആദ്യത്തെ പതർച്ച മാറിയപ്പോൾ ലക്ഷ്മി ക്ഷണിച്ചു. ഭരതൻ ചെരുപ്പഴിച്ചു വെച്ച് അകത്തേക്ക് നടന്നു. അവിടെ ഇരുന്ന് കളിക്കായിരുന്ന കുഞ്ഞ് അയാളെ കണ്ടപ്പോൾ പേടിയോടെ എഴുന്നേറ്റ് ലക്ഷ്മിയുടെ പുറകിൽ ഒളിച്ചു. അവൾ കുഞ്ഞിനെ എടുത്തു. എനിക്ക് കഴിക്കാനെന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, കുറച്ച് കഞ്ഞിവെള്ളം മാത്രം മതി. അവൾ അടുക്കളയിലേക്ക് ഓടി. 5 മിനിറ്റിനുള്ളിൽ സ്റ്റീൽ കപ്പ് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് ഭരതന് കൊടുത്തു. അയാളത് ആർത്തിയോടെ കുടിച്ച് കപ്പ് തിരികെ നൽകി.
കുഞ്ഞു ലക്ഷ്മിയുടെ മൊബൈൽ ഫോണും എടുത്ത് സോഫയുടെ നേരെ നടന്ന് അതിൽ വലിഞ്ഞു കയറി. പണ്ട് നീ ആദ്യമായിട്ട് പിച്ച വെച്ചതാ, അച്ഛന് ഓർമ്മ വരുന്നേ. ഭരതനൊന്ന് പുഞ്ചിരിച്ചു. നിന്നെ കയ്യിൽ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ച ഞാനാ. ഭയങ്കര മടിയായിരുന്നു നിനക്ക്. 2 ചോട് നടക്കും, പിന്നെ കരയും. അതെനിക്ക് സഹിക്കില്ല, വേഗം എടുക്കും. അപ്പൊ നിന്റെ അമ്മ പറയായിരുന്നു, അച്ഛനെ എങ്ങനെ മയക്കാന്ന് മോൾക്ക് അറിയുന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ സഹായമില്ലാതെ മുറ്റത്തിന്റെ അങ്ങേ തലക്ക് മുതൽ ഇപ്പുറം വരെ നീ നടന്ന് പൂർത്തിയാക്കിയ ദിവസം ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. എന്റെ മോള് വളർന്നല്ലോ എന്ന തിരിച്ചറിവ് ഓർത്തു വെക്കാൻ എനിക്ക് ഒത്തിരിയുണ്ട്. ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് മുതൽ ആദ്യത്തെ പല്ല് കൊഴിഞ്ഞത്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്ന്, നിന്നെയും കൊണ്ട് സംസ്ഥാന കലോത്സവത്തിന് പോയി സമ്മാനം കിട്ടിയത്, പിന്നെ ഒരു ദിവസം രാവിലെ നിന്റെ അമ്മ നമ്മുടെ മോള് വലിയ പെണ്ണായി എന്ന് പറഞ്ഞ്, അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി. അയാളെ നിശ്വസിച്ചു. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കണ്ട ഞാൻ നിന്റെ മനസ്സ് കാണുന്നതിൽ തോറ്റുപോയി മോളെ. നീ ഒരുത്തനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവന്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കുന്നതിന് പകരം എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ മകനാണെന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്റെ തീരുമാനം തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചു. അയാൾ എഴുന്നേറ്റ് കുഞ്ഞിന്റെ അടുത്തെത്ത് മുട്ടുത്തിയിരുന്നു. മോന് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അപ്പൂപ്പൻ. ഒരു നിമിഷം പോലും ആലോചിക്കാതെയുള്ള ഉത്തരം. തന്റെ അഹങ്കാരത്തിന്റെയും പിടിവാശിയുടെയും മഞ്ഞമലകളെല്ലാം ആ കുഞ്ഞിന്റെ ഒറ്റ വാക്കിൽ ഉരുകില്ലാതാവുന്നത് ഭരതൻ അറിഞ്ഞു. അയാൾ കുഞ്ഞിനെ വാരിയെടുത്ത് തെരുതെരെ ഉമ്മ വെച്ചു. എന്നോട് ക്ഷമിക്കടാ മോനെ. എന്തിനാ ഇത്തിരിയില്ലാത്ത നിന്നോട് പോലും വെറുപ്പ് കാണിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ മരിച്ച ചടങ്ങുകൾ ചെയ്യേണ്ടവനാ നീ. അച്ഛാ. ലക്ഷ്മിക്ക് അറിഞ്ഞുകൊണ്ട് അയാളുടെ അരികിൽ നിന്ന് കാൽ പിടിച്ചു. തെറ്റ് ചെയ്ത ഞാൻ അച്ഛൻ. അച്ഛനിങ്ങനെ ചെറുതാവില്ലേ, എനിക്കത് സഹിക്കില്ല. തെറ്റും ശരിയൊന്നും വിലയിരുത്താനല്ല ഞാൻ വന്ന്. സീതയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെ കണ്ടു. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവസാനമായിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും ശ്രമിച്ചില്ലല്ലോ എന്നോർത്ത് എന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല മോളെ. ഭരതൻ വലത് കൈ കൊണ്ട് അവരുടെ മുടിയിൽ തഴുകി. പിന്നെ ആ നീറ്റിയിൽ ഉമ്മ വെച്ചു. പണ്ട് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ ചോരക്കുഞ്ഞിനെ കയ്യിൽ തന്നപ്പോൾ നൽകിയ അതേ ചുംബനം. ലക്ഷ്മി അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറഞ്ഞു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടുനടന്നെല്ലാം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് രഞ്ജിത്തകത്തേക്ക് കയറി വന്നത്. ഭരതൻ കുഞ്ഞിനെയും ലക്ഷ്മിയെയും സോഫയിലിരുത്തി അവന്റെ അരികിലേക്ക് ചെന്നു. നിന്റെ മനസ്സിൽ എന്നോട് എന്താണെന്നറിയില്ല, പക്ഷേ നാട്ടുകാരിൽ ചിലർ പറയുന്ന പോലെ നിന്റെ അമ്മയെ സ്വന്തമാക്കാൻ പറ്റാത്ത ദേഷ്യം കൊണ്ടൊന്നല്ല നിങ്ങളുടെ ബന്ധം എതിർത്ത്. അതൊക്കെ ആ പ്രായത്തിൽ തോന്നിയ ഓരോ വട്ട്. നിന്റെ അച്ഛനുമായിട്ടുണ്ടായൊരു തർക്കം. ഞാൻ അവനെ തല്ലിയിട്ടൊന്നുമില്ല, ദേഷ്യം വന്നപ്പോൾ പിടിച്ചു തള്ളിയെന്നുള്ള സത്യ. പക്ഷേ ഡ്യൂട്ടിയുള്ള KSEB ജീവനക്കാരനെ തല്ലിയെന്ന കേസിൽ ഞാൻ അകത്ത് കിടന്നു. ആ വാശി ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഗോവിന്ദന്റെ മോന് എൻ്റെ മോൾ ഇഷ്ടത്തിലായതിനെതിർത്ത് ആ കാരണം കൊണ്ടാ. ഡിപ്ലോമക്കാരിയായി ഇവളെ ഓട്ടോ ഡ്രൈവറായ നിനക്കെതിരെ അന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പോലീസിൽ ജോലി കിട്ടിയ ശേഷം ഞാൻ നിങ്ങളെ അംഗീകരിച്ച അതെനിക്കൊരു കുറച്ചിലാണല്ലോ എന്നായിരുന്നു എൻ്റെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് തോന്നിയത്. എല്ലാവരും പറയും മകളുടെ ഭർത്താവ് ഒന്നുമല്ലാതിരുന്ന പകറ്റിർത്തിയ ഭരതൻ അവന് നല്ല ജോലി കിട്ടിയപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചെന്ന്. ഓരോ വിവരക്കേട്. എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ മോനെ? രഞ്ജിത്ത് നേരത്തെ ചിരിയോടെ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് തന്നെ നെഞ്ചോട് ചേർത്തു. എൻ്റെ അമ്മയും അച്ഛനൊക്കെ മരിച്ച് മണ്ണടിഞ്ഞിട്ട് വർഷങ്ങൾ ഒത്തിരിയായില്ലേ. പക്ഷെ അച്ഛൻ മരിക്കുമ്പോൾ പറഞ്ഞ് ഭരതന്റെ പേരിൽ കേസ് കൊടുത്ത് മേലുദ്യോഗസ്ഥന്റെ നിർബന്ധം കൊണ്ടാണെന്നാ. ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ജോലി, അതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ചതാ. നാളെ നഷ്ടപ്പെട്ടാലും പഴയതുപോലെ ഓട്ടോ ഓടിച്ചാലും ഇവിടെയും കുഞ്ഞിനെ ഞാൻ അന്തസ്സായിട്ട് പോയിട്ടു. ഈ ലോകത്ത് ഇവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അച്ഛനെയാ. ആ അച്ഛനെ വിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണിനെ കണ്ണിറാൻ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ട് അച്ഛന്. എൻ്റെ ഏട്ടന്മാർ പലതവണ ക്ഷണിച്ചിട്ടും അങ്ങോട്ട് ഇതുവരെ പോവാതിരുന്ന് ഇവൾക്ക് വേണ്ടിയാ. ഞാൻ അങ്ങനെ പോയാൽ ഇവൾ ചിന്തിക്കും, ഭർത്താവിന് കുടുംബക്കാരൊക്കെ ആയി, എനിക്ക് ആരും ഇല്ലല്ലോ എന്ന്. ആദ്യം അച്ഛനും അമ്മയും ഞങ്ങൾ അംഗീകരിക്കണം. അതുകൊണ്ടാ ഇത്രയും നാൾ കാത്തിരുന്ന. ചെയ്ത തെറ്റിന് വേണ്ടി തല്ലിക്കോ, പക്ഷെ അകറ്റി നിർത്തരുത്. എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഭരതന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി രഞ്ജിത്തിന്റെ കയ്യിൽ പതിച്ചു. എന്നോട് ക്ഷമിക്കും മക്കളെ. എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അരുൺ പറഞ്ഞാൽ ശരി. കടയിൽ സാധനങ്ങൾ തൂക്കി കൊടുക്കുന്ന പോലെ അളവ് വെച്ചിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. തെറ്റിതിരുത്താൻ എനിക്കൊരവസരം എന്താ? അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് സങ്കടം. രഞ്ജിത്ത് വിരൽത്തുമ്പോൾ അയാളുടെ കണ്ണുടച്ചു. ഈ മനസ്സിലെ ദേഷ്യം കുറയാൻ വേണ്ടി എത്ര കാലമായി ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നറിയോ? അച്ഛൻ ഹോസ്പിറ്റലായ സമയത്ത് അനുഭവിച്ച ടെൻഷൻ ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. ഞങ്ങളുടെ മുമ്പിൽ അച്ഛൻ ഒരിക്കലും താഴരുത്. ശാസിക്കാനും നേർവഴി നടത്താനും എന്നും കൂടെ ഉണ്ടായാൽ മതി. ഭരതൻ കുഞ്ഞിന്റെ അടുത്ത് നിന്നിരുന്നു. പിന്നെ മടിക്കുത്തിൽ നിന്നൊരു പാക്കറ്റ് തേൻ മിഠായി എടുത്ത് പൊളിച്ച് ഒരെണ്ണം കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുത്തു. മോൻ്റെ അമ്മക്ക് പണ്ട് ഇത് ഒത്തിരി ഇഷ്ടമാ. ഇങ്ങോട്ട് ആദ്യമായിട്ട് മോനെ കാണാൻ വരുമ്പോൾ വേറൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഇത് തന്നെ ഒരു പയ്യനെ വിട്ട് കടർന്ന് എടുപ്പിച്ചതാ. അയാൾ ഒരു തേൻ മിഠായി ലക്ഷ്മിയുടെ വായിലും വെച്ചു കൊടുത്തു. നിറമിഴികളോട് അവൾ അത് സ്വീകരിച്ചു.
കുറെ നേരം സംസാരിച്ച് ഭക്ഷണം കഴിപ്പിച്ച ശേഷമാണ് അവർ ഭരതനെ വിട്ടത്. നാളെ തന്നെ രണ്ടാളും വീട്ടിലേക്ക് വരണം. കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ തയ്യാറായിട്ട് വന്നാൽ മതി. അനിതൊക്കെ ഒത്തിരി സന്തോഷമാവും. കുഞ്ഞിന്റെ കവളിൽ ഉമ്മ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഞാൻ കൊണ്ടുവിടണം അച്ഛാ? വേണ്ട മോനെ, എൻ്റെ സ്കൂട്ടർ റോട്ടിലുണ്ട്. എന്നാലും വയ്യാത്തല്ലേ? രഞ്ജിത്ത് ആശങ്കപ്പെട്ടു. ഏയ്, എൻ്റെ വയ്യായിക മനസ്സിനായിരുന്നു, അതിപ്പോ മാറി. അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കി പുഞ്ചിരിച്ചു. പിന്നെ ഷിനുവിനോട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയണം. ഗോവിന്ദനും അരുണും അന്യരൊന്നല്ല, എന്നാലും സ്വന്തം വീടുണ്ടായിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കിടക്കുന്നത് ശരിയല്ലല്ലോ. ഇനി അവനോട് ഞാൻ മാപ്പുറണെങ്കിൽ പറയാം. ഒന്നും വേണ്ട, ഇന്ന് രാത്രി അവൻ വീട്ടിലുണ്ടാവും. ലക്ഷ്മി വാക്കുകൊടുത്തു. മനസ്സിലെ ഭാരമെല്ലാം ഒഴിഞ്ഞ സന്തോഷത്തോടെ ഭരതൻ റോഡ് ലക്ഷ്യമാക്കി നടന്നു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. ദേഷ്യവും വാശിയും എല്ലാം മാറി സ്നേഹത്തിന്റെ പുതിയ ദിനരാത്രങ്ങൾ. ഭരതന്റെ വീട്ടിൽ ഉത്സവമേളം തന്നെയായിരുന്നു. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ലക്ഷ്മി, രഞ്ജിത്തും ആദമോൻ അവിടെ താമസിക്കും. ഇടയ്ക്ക് ഭരതനും അനിതയും അവരുടെ വീട്ടിലേക്ക് പോകും. കുറച്ചു വർഷങ്ങളാകെ നിന്നതിന്റെ പ്രായശ്ചിത്തം എന്നോണം അവർ ഒരുപാട് അടുത്തു. നിശബ്ദ തളം കെട്ടി നിന്നിരുന്ന ആ വീട്ടിൽ കളിച്ചിരികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അരുൺ ഭരതന്റെ മുമ്പിൽ പെടാതെ ഒഴിഞ്ഞു മാറി. വെള്ളടിച്ച് ബോധമില്ലാതെ വായി തോന്നി വിളിച്ചു പറഞ്ഞതിന് അയാൾ തന്നെ കുനിച്ചിർത്തിരിക്കുമെന്ന് അവന് ഭയമുണ്ടായിരുന്നു. ഭരതൻ ഫോൺ ചെയ്തിട്ട് അവൻ എടുത്തില്ല. അയാളില്ലാത്തപ്പോൾ മാത്രം അവൻ ആ വീട്ടിലേക്ക് വരും. മാതാപിതാക്കൾ തന്റെ ചേച്ചിയെ സ്വീകരിച്ചതിൽ ഷിനോജ് സന്തോഷവാനായിരുന്നു. എങ്കിലും അച്ഛനോട് അവൻ അധികമൊന്നും സംസാരിക്കാൻ മെനക്കെടാറില്ല. റോഷ്നിയും ജീവിതത്തിന്റെ താളം വീണ്ടെടുത്തിരുന്നു. അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഷിനോജ് അരുണും ഓടിയെത്തും. അമ്മയുടെ ഓർമ്മകൾ ആ വീട്ടിൽ തനിച്ചു കഴിയാൻ അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹിച്ചു നേടിയെടുത്ത ജോലിയിൽ മുഴുകി അവൾ തന്റെ വേദനകൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഷിനോജ് തന്റെ പ്രണയത്തെക്കുറിച്ച് പിന്നീട് ഒരു വാക്കുപോലും അവളോട് മിണ്ടിയില്ല. പക്ഷേ പഴയ സൗഹൃദം തങ്ങൾക്കിടയിൽ ഇല്ലാതായ പോലെ അവൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്തോ ഒരു അകൽച്ച. എങ്കിലും അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവൻ ആഗ്രഹിച്ചുമില്ല. ഒരു ദിവസം രാവിലെ ഭരതൻ തന്നെ സ്കൂട്ടറിൽ കടയിലേക്ക് പോവുകയായിരുന്നു. വീടിനടുത്തുള്ള കശുമാവിൻ തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെ സ്കൂട്ടർ ഓടിക്കുമ്പോഴാണ് റോഡരികിൽ നിൽക്കുന്ന ഷിനോജിനെ കണ്ടത്. അയാൾ സ്കൂട്ടർ സൈഡിലേക്ക് ഒതുക്കി. നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? എനിക്കൊരു സംസാരിക്കാനുണ്ട്. അവൻ പറഞ്ഞിട്ട് അയാൾ ആശ്ചര്യപ്പെട്ടു. എന്നോടോ? അതെ, തനിച്ച് സംസാരിക്കണം തോന്നി. എന്താ പറഞ്ഞോ? എനിക്കൊരു വിഷയം ശരിയായിട്ടുണ്ട്. ബഹ്റിനിലേക്കാ. അടുത്ത ബുധനാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്തു. അവൻ കയ്യിലെ പേപ്പർ അയാൾക്ക് നീട്ടി. അയാളത് വാങ്ങി തുറന്നു. ശരിയാണ്, ബുധനാഴ്ച രാവിലെ 10 മണിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. വേറെ ആരോടും പറഞ്ഞിട്ടില്ല, അരുണിനോട് പോലും. അവൻ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. ഈ നാടായിരുന്നു എൻ്റെ സ്വർഗം. ഇവിടുത്തെ ജോലി, നേരം പോക്കുകൾ, കൂട്ടുകാർ, ഇതിലെല്ലാം ഉപരി നമ്മുടെ വീട്, ചേച്ചി, അതൂട്ടൻ, അളിയൻ, ഇതൊക്കെ നഷ്ടപ്പെടുത്തി വേറെ ഒരു രാജ്യത്ത് പോയി പണിയെടുക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചേച്ചി കളിയിലെന്ന് ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എല്ലാം മാറി. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ പോകുന്നതന്നെയാ നല്ലത്. നീ ഹാപ്പിയാണോടാ? പെട്ടെന്നായിരുന്നു ഭരതന്റെ ചോദ്യം. ഷിനോജ് ഒന്ന് പതറി. അത് നീ പറഞ്ഞത് ശരിയാ. ഞാനും നിന്റെ അമ്മയും ചേച്ചി അളിയനെല്ലാം ഹാപ്പിയാ. പക്ഷെ നീ ഹാപ്പി അല്ലല്ലോ. എടാ, ഗൾഫിൽ പണം കായ്ക്കുന്ന മരൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ 10 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ബാക്കിയാവും. എനിക്ക് വേണ്ടിയല്ല, നിന്റെ ഭാവിക്ക് വേണ്ടിയാ നിന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പണമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഒത്തിരി അനുഭവിച്ചനാ ഞാൻ. നിനക്ക് ആ അവസ്ഥ വരുന്നത് എഴുതിയിട്ടാ നിർബന്ധിച്ച്. അല്ലാതെ നിന്റെ ജീവിതം നശിപ്പിക്കാനൊന്നല്ല. ഇനി അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് 3 കടമുറിയുണ്ട്. നീ ഒന്ന് മനസ്സ് വെച്ചാൽ കച്ചവടം മെച്ചപ്പെടുത്താലോ. ഞാനുണ്ടാക്കുന്ന കാശൊന്നും ജാമ്പു കൊണ്ടുപോയില്ല. അത് നിനക്കും നിന്റെ ചേച്ചിക്കുള്ളതാ. എനിക്കൊരു സഹായത്തിന് നീ ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഓട്ടപ്പാച്ചിൽ കുറഞ്ഞ് എനിക്കിത്തിരി റെസ്റ്റ് കിട്ടുമായിരുന്നു. അതിനൊന്നും വഴങ്ങാ സ്വന്തം ഇഷ്ടപ്രകാരം നീ ഓരോന്നും ചെയ്യുമ്പോൾ ദേഷ്യം തോന്നിയിട്ടുണ്ട്, സത്യ. പക്ഷേ ഇപ്പം നീ പോരുതെന്ന എൻ്റെയും ആഗ്രഹം. പോണം, എനിക്കിപ്പോൾ ഇവിടെ മടുത്തു വച്ചാ. അതിൻ്റെ കാരണം ആ പെൺകുട്ടിയാണോ? ഷിനോജ് മിണ്ടിയില്ല. നീ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവളോട് പോയി സംസാരിക്കാത്ത വേറൊന്നും കൊണ്ടല്ല. അമ്മ മരിച്ചിട്ട് 1 വർഷം തികയും മുമ്പ് ഈ വിഷയം കൊണ്ട് എന്നാൽ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കുറച്ച് കാത്തിരിക്കും നീ. വേണ്ട, അവളുടെ മനസ്സിൽ ഞാനൊരു കൂട്ടുകാരൻ മാത്രമാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അഥവാ നിങ്ങൾ ഒരുമിച്ചെന്ന് വിചാരിക്കുക. നാളെ അവൾ വേറൊരുത്തിനെ കുറെ കാലം പ്രണയിച്ചല്ല എന്ന ചിന്ത നിനക്ക് വരില്ലെന്ന് ഉറപ്പുണ്ടോ? ഷിനോജി ചിരിച്ചു. ഞാൻ അത്ര കൊള്ളരുതാത്തനൊന്നല്ല. വേറൊരുത്തിന് അവളുടെ മനസ്സിലുള്ള കാലത്ത് എന്നെ ഇഷ്ടപ്പെട്ടു. അന്ന് അവർ പിരിയണമെന്നോ എനിക്ക് സ്വന്തമാക്കണമെന്നോ ഞാൻ കൊതിച്ചിട്ടില്ല. അവളുടെ സാമീപ്യമായിരുന്നു എനിക്ക് ലഹരി. അവളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്നതായിരുന്നു എൻ്റെ പ്രണയം. പക്ഷെ എല്ലാം കഴിഞ്ഞു. ഇനി അവൾക്ക് എൻ്റെ ആവശ്യമില്ല. കുറച്ചു നേരം മൗനം. ഭരതൻ സ്കൂട്ടറിൽ നിന്ന് താഴെ ഇറങ്ങി. നീ എല്ലാം തീരുമാനിച്ചോ? നല്ല കമ്പനിയാണെന്ന് അറിഞ്ഞു. ആദ്യം കാര്യമുള്ള സാലറി ഒന്നും ഉണ്ടാവില്ല. എന്നാലും 1-2 വർഷം കഴിയുമ്പോൾ കൂട്ടിത്തരും. അതുവരെ എങ്ങനെയും പിടിച്ചു നിൽക്കാം. അച്ഛൻ അനുഗ്രഹിക്കണം. അവൻ പെട്ടെന്ന് കുഞ്ഞയാളുടെ കാലിൽ തൊട്ടു. അതുപോലെ എൻ്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ? ഭരതം പുഞ്ചിരിച്ചു. നീ എന്നെ അങ്ങനെ വിളിച്ചിട്ട് എത്ര കാലായി നോർക്കുന്നുണ്ടോടാ? ലച്ചു രഞ്ജിത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയ ദിവസം അവസാനമായിട്ട് നീ ആ വാക്ക് ഉപയോഗിച്ച്. ചേച്ചി ഇറങ്ങിപ്പോകാൻ കാരണം അച്ഛനാണെന്നായിരുന്നു അന്ന് പറഞ്ഞ്. അതിനുശേഷം നീ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല.
കേൾക്കാൻ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ടേ. നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒത്തിരി സ്നേഹിച്ച സ്വന്തം ചേച്ചിയെ പുറത്താക്കിയ ക്രൂരനെ അച്ഛനെന്ന് വിളിക്കാൻ തോന്നില്ലല്ലോ. അയാൾ ടിക്കറ്റ് വലിച്ചേറി പല കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞു. നീ എവിടേക്കും പോകുന്നില്ല. ടിക്കറ്റ് ക്യാൻസൽ ആക്കിയേക്ക്. അതിൽ നഷ്ടം വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. വെൽഡിംഗ് ഷോപ്പിൽ തന്നെ തുടരണമെങ്കിൽ അങ്ങനെ. ഇനി അതെല്ലാം നമ്മുടെ കട നോക്കി നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തു. എല്ലാം നിന്റെ ഇഷ്ടം. പക്ഷേ ഇനിയുള്ള കാലം 2 മക്കളും എൻ്റെ വിളിപ്പുറത്ത് വേണം. ചത്ത് കഴിഞ്ഞിട്ട് നീ ഗൾഫിൽ നിന്ന് വരുന്നവരെ ഫ്രീസറിൽ കിടക്കാൻ എനിക്ക് മനസ്സില്ല. അച്ഛാ, മരണഭയം വന്നപ്പോഴാ ഞാൻ ലച്ചുവിനെ തിരികെ കൊണ്ടുവന്നു. ഇപ്പോഴും ആ ഭയമുണ്ട്. ആരോഗ്യമൊക്കെ പോയടാ. എൻ്റെ മേശവലിപ്പ് തുറന്ന ഒരു ലോഡ് മരുന്നുകൾ കാണാൻ പറ്റും. ഇനിയുള്ള കാലം നല്ലൊരു അച്ഛനായി അപ്പൂപ്പനായി ഞാൻ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോവുകയാണ്. വേണ്ടടാ. എനിക്ക് നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ തോന്നുക. മനസ്സിലുള്ള സ്നേഹം മുഴുവനായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ലേ എന്നൊരു തോന്നല്. ഇനിയുള്ള കാലം അത് തുറന്ന് പ്രകടിപ്പിക്കാനൊരാഗ്രഹം. കറങ്ങിയ കണ്ണുകളുമായി തലകുനിച്ച് നിൽക്കുന്ന ഷിനോജിനെ അയാൾ മാറോട് ചേർത്തു. നിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ വിട്ട് നീ എങ്ങും പോകേണ്ട മോനെ. അയാൾ സ്കൂളിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. കേരള എങ്ങോട്ടാ അച്ഛാ? പറഞ്ഞാലേ നീ വരൂ. ഭരതന്റെ ശബ്ദങ്ങനത്തോടെ ഷിനോജി പുറകിൽ കയറി. നീ അരുണിനെ വിളിച്ചേ. എന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ ആ കുരുത്തം കിട്ട വെടിക്കില്ല. അവൻ അരുണിന്റെ നമ്പർ ഡയൽ ചെയ്തു. ഭരതൻ ഫോണുമായി കാതോടി എടുത്തു. എന്താണ് ആ വീരപ്പന്റെ മോനെ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? ഞായറാഴ്ച നിനക്ക് കിടന്നുണങ്ങിക്കൂടെ? കോട്ടുവായിട്ടുണ്ട് അരുൺ ചോദിച്ചു. വീരപ്പന്റെ മോനല്ലടാ, വീരപ്പൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആ അയ്യോ, കട്ട് ചെയ്താ ഞാനിപ്പോ നിന്റെ വീട്ടിൽ വരും. എന്നിട്ട് പോക്കിയെടുത്ത് കിണറ്റിലിടും. അച്ഛൻ പറഞ്ഞു. എന്തോ ഒരു വിനെ. നമ്മൾ തമ്മിലൊരു കണക്ക് ബാക്കിയുണ്ട്. അത് പിന്നെ തീർക്കാം. ഇപ്പൊ നീ പെട്ടെന്ന് റോഷിനിയുടെ വീട്ടിലെത്തണം. കേട്ടല്ലോ, പെട്ടെന്ന്. അയാൾ കോൾ കെട്ടിയത് ഷിനോജിനെ തിരികെ നൽകി. അവിടേക്ക് എന്തിനാ പോകുന്നത്? അവന്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ ഭരതൻ സ്കൂട്ടർ മുന്നോട്ടെടുത്തു. നീ തീരുമാനം പറഞ്ഞില്ല. വിവേക് അസ്വസ്ഥനായി. ഞാൻ ഇത്രയും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ട് നിന്നെ ഈ ഭാവം കാണുമ്പോഴേ ദേഷ്യം വരുന്നത്. റോഷിനി ഒന്നും മിണ്ടാതെ ചുമനിച്ചാരി നിൽക്കുകയാണ്. അവളുടെ വീടിന്റെ സീറ്റിലുള്ളായിരുന്ന 2 പേരും. ഒരു വിധത്തിൽ എന്റെ വീട്ടുകാരെ ഞാൻ കൺവീൻസ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം. സ്റ്റിൽ ഐ ലവ് യു. അവൾ പുച്ഛത്തോടെ അവനെ നോക്കി. ലവ്? നിനക്ക് ആ വാക്കിന്റെ മീനിങ് അറിയാം? എന്റെ അമ്മ മരിച്ചപ്പോലും വരാത്ത ഒരു മെസ്സേജ് പോലും അയക്കാത്ത നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നോ? പറഞ്ഞല്ലോ, ഞാൻ ആ സമയത്ത് നാട്ടിലില്ലായിരുന്നു. ദുബായിൽ ഒരു പെർഫ്യൂം ഷോപ്പ് തുടങ്ങാനുള്ള ഓട്ടം, അതിന്റെ തിരക്കുകൾ. എന്റെ ഫാമിലിക്ക് വേണ്ടിയല്ല, ഫോർ അസ്, നമുക്ക് വേണ്ടി. ഇപ്പൊ തൽക്കാലം ഏട്ടനാണ് ആ ഷോപ്പിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ആഫ്റ്റർ മാരേജ് അതൊക്കെ നിന്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ ദുബായിൽ സെറ്റിൽഡ് ആവും. അപ്പൊ എന്റെ ജോലി? പിന്നെ ഒരു ജോലി. വിവേക് പരിഹസിച്ചു. നിന്റെ 1 മാസം ശമ്പളം അവിടെ 2 ദിവസം കൊണ്ട് കിട്ടും. ബ്രാൻഡഡ് പെർഫ്യൂംസ് വിൽക്കുന്ന ഷോപ്പിന്റെ ഓർഡർ ആകുന്നതാണോ, അതോ ഇവിടെ ഈ കാക്കി യൂണിഫോം ഇട്ട് കണ്ടവനെയൊക്കെ സല്യൂട്ട് ചെയ്യുന്നതാണോ ബെറ്റർ? പണം മാത്രമല്ല ലൈഫിൽ വലുത്. റോഷിനി കൈകൾ മാറിൽ കെട്ടി. നീ ചിലപ്പോൾ കോടികൾ മാസം ഉണ്ടാക്കുമായിരിക്കും. എനിക്ക് അതിനേക്കാൾ വലുത് എന്റെ സംതൃപ്തിയാണ്. നീ ഇപ്പൊ പുച്ചിച്ചളി യൂണിഫോം ഇടുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതിനു മുന്നിൽ ദുബായിൽ നിന്റെ ഷോപ്പിന് പുല്ല് വില പോലും ഇല്ല. കാരണം എന്താണെന്നറിയോ? അപ്പൂപ്പൻ അച്ഛനുണ്ടാക്കിയ കാശെടുത്താൽ നീ ഓരോ ബിസിനസ് തുടങ്ങുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിത്ത എന്റെ ജോലി. അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് പെർഫ്യൂം ഷോപ്പിനേക്കാൾ അന്തസ് ഇതിനുണ്ട്. അത് കളഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട. ആളുടെ സ്വരം ഉറച്ചതായിരുന്നു. നിന്റെ ലൈഫിലേക്ക് വീണ്ടും ക്ഷണിക്കുന്ന സ്നേഹം കൊണ്ടൊന്നല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് വിവേക്. 3 വർഷം നിന്നെ പ്രണയിച്ച് പിൻവാങ്ങി എന്നെ കൂടെ നിർത്തി പ്രതികാരം ചെയ്യണമല്ലേ? നീ കുറച്ച് മാസം മുമ്പ് അയച്ച വോയിസ് മെസ്സേജ് ഒക്കെ ഇപ്പോഴും ഫോണിൽ കിടക്കുന്നുണ്ട്. കൊല്ലുന്ന ഭീഷണി ഉൾപ്പെടെ. ഞാൻ മനസ്സ് വെച്ചാൽ നീ ഇന്ന് കമ്പിയാണ്. അത് ചെയ്യാത്ത നിന്നെ പേടിച്ചിട്ടല്ല, മെനക്കെടാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. എന്താണ് ഇടാടി നിന്റെ ഈ അഹങ്കാരം? വിവേക് പല്ലുഞ്ഞരിച്ചു. നിന്റെ മുകളിലിരിക്കുന്ന ഓഫീസേഴ്സ് ഒന്ന് ഫോൺ ചെയ്ത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒച്ചാനിച്ച് കിട്ടും. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ ഓടിക്കാൻ ഞാൻ വിചാരിച്ചാൽ നടക്കൂടി. അത് നീ സിനിമകളിലെ പോലീസിനെ വെച്ച് വിലയിരുത്തുന്നോണ്ടാ. നട്ടിലുള്ളവർ മുകളിലും താഴേക്ക് ഉണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽക്കാർ ഭീഷണിപ്പെടുന്ന ഉൾപ്പെടെ എഴുതി ചേർത്ത് പിടിമുറിക്കാൻ നിനക്ക് കോടതി കയറിയിറങ്ങാൻ സമയം കാണും. സോ എന്റെ മുമ്പിൽ വെച്ച പോലെ നിനക്ക് ഞാനൊരു ഓഫർ തരാം. എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ച് തിരിച്ച് കൊച്ചിയിലേക്ക് പോകും. 3 വർഷത്തെ അടിമ ജീവിതം തുടരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പണ്ടത്തെ പോലെ എല്ലാം സഹിക്കുന്ന പെണ്ണല്ലെന്ന് ഞാൻ. അറിഞ്ഞൊന്ന് പ്രതികരിച്ചാൽ നീ താങ്ങിയെന്ന് വരില്ല. എന്റെ മനസ്സിൽ നിന്ന് നീ ഇല്ല വിവേക്. പണ്ടത്തെ ഓർമ്മകളെ പോലും ഞാൻ കുഴിച്ചു മൂടി. തള്ള ചത്തിട്ട് ഒറ്റക്കായിട്ട് നീ പഠിച്ചില്ലല്ലേ? രോഷിനിക്ക് പെരുവിരൽ മുതൽ ദേഷ്യം ഇരച്ചു കയറി. അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു സ്കൂട്ടറും ബൈക്കും പാഞ്ഞെത്തിയത്. സ്കൂട്ടറിൽ നിന്ന് ഭരതനും ഷിനോജി ഇറങ്ങി. ബൈക്ക് സ്റ്റാൻഡിലിട്ട് അരുണും ഇറങ്ങി. മൂവരും സിറ്റ് ഔട്ടിൽ കയറി. മോൾക്ക് സുഖാണോ? ഭരതൻ സ്നേഹത്തോടെ ചോദിച്ചു. അവൾ അധികം തലയാട്ടി. ബൈക്കിന്റെ ശബ്ദം കേട്ട് ലക്ഷ്മി മോനെയും കൊണ്ട് അവിടേക്ക് വന്നു. അവൾക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇതാരാ മോളെ? ഭരതന് വിവേകിനെ നോക്കി. ആ മനസ്സിലായി, മോളുടെ എക്സ് അല്ലേ? ഹേയ്, ഹു ആർ യു? വിവേക് വിരൽ ചൂണ്ടി. ഭരതൻ ആ വിരലിൽ പിടിച്ചു. വയസ്സിന് മൂത്തവർക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കരുതെന്ന് മോന്റെ പിതാവ് പഠിപ്പിച്ചിട്ടില്ലേ? എല്ലൊടിയുന്ന പോലെ വേദന തോന്നിയപ്പോൾ വിവേക് കൈമിൻ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല.
നീയുമായിട്ടുള്ള എല്ലാ ഇടപാടും കൂട്ടി നിർത്തിയാലേടാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? അച്ഛാ പ്ലീസ് വേണ്ട. വിവേക് വേദനയോട് പുളയുന്നതോടെ റോഷ്നി ഇടപെട്ടു. വിട്ടേക്ക്, കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭരതം പിടിവിട്ടു. മോൾക്ക് ഇവന്റെ കൂടെ ജീവിക്കണോ? വേണ്ട, ആ ആഗ്രഹം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പണ്ട് കണ്ണൂരിലേക്ക് ഫിസിക്കൽ ടെസ്റ്റിന് ട്രെയിൻ കയറിയത്. കേട്ടല്ലോ. ഭരതം വിവേകിനെ നോക്കി. ഇവൾക്ക് ഇനി നിന്നെ വേണ്ട. ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടുപോകരുത്. അഥവാ വന്നാ ഇങ്ങോട്ട് തിരിയുന്ന വഴിക്ക് ഒരു ചതുപ്പ് കണ്ടില്ലേ? നിന്നെ നീ വന്ന വണ്ടി ആ ചതുപ്പിൽ താഴ്ത്തും. ഇവളെ അനാഥയല്ല, ചോദിക്കാനും പറയാനും ഞങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോടാ? അരുണേ, ഇവനെ യാത്രയ്ക്ക്. അരുൺ വിവേകിന്റെ ചുമലിലൂടെ കയറ്റി റോഡിലേക്ക് നടന്നു. എന്നാലും പറയാൻ നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഒറ്റക്കൊരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി ഇറങ്ങിത്തിരിക്കുമ്പോൾ മിനിമം അവൾക്ക് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്നെങ്കിലും അന്വേഷിക്കണ്ടേ? എത്ര കാശുണ്ടായാലും പള്ളക്കൊരു കത്തിയേറെ പിന്നെ എന്ത് കാര്യം? റോഡരിയിൽ വിവേക് വന്ന കാർ കിടപ്പുണ്ടായിരുന്നു. അരുൺ അവനെ ഡ്രൈവിംഗ് സീറ്റിലെത്തി സീറ്റ് വലിച്ചിട്ടു. അവൾക്ക് നീ ചെയ്യില്ലെന്ന് അവളുടെ അമ്മ പണ്ടേ വിധിച്ചതാണ്. അമ്മ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അവരുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഇപ്പൊ ഞങ്ങൾ വന്ന് അതുപോലെ ചില തീരുമാനങ്ങൾ എടുക്കാനാണ്. ഇനി റോഷ്നിയുടെ ജീവിതത്തിൽ വിവേകില്ല. നീ അവളെ അറിയിക്കുന്നില്ല. നിനക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല ഒരു പെണ്ണിന്റെ ലൈഫ്. ഇനി ഇവിടുന്ന് പോയി ഫോം വിളിച്ച് ഭീഷണിപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അരുൺ മുഖാവിന്റെ ചെവിയോട് ചേർത്തു. നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവിടെ വന്ന് പണി. അടിച്ച 2 പെക്കിന്റെ ആവേശത്തിന്റെ പുറത്ത് പറയുന്നല്ല. അവൾക്ക് ഞാൻ ഏട്ടനാ. പെങ്ങളെ നോക്കുന്നതിനെ നട്ടിലുള്ള ഏട്ടന്മാർ എന്ത് ചെയ്യുന്ന എനിക്ക് ഊഹിക്കാലോ. ആൺ ഡോർ വലിച്ചടച്ചോടെ ജീവൻ തിരിച്ചിട്ടിയ ആശ്വാസത്തിൽ വിവേകാർ മുന്നോട്ട് പറപ്പിച്ചു. അരുൺ തിരികെ എത്തിയപ്പോൾ ഭരത റോഷ്നിയോട് സംസാരിക്കുകയായിരുന്നു. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന മോൾക്ക് ഒരു ആൺതുണ വേണമെന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല. അതൊക്കെ മോളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. റോഷ്നി ആളുടെ അടുത്ത് തലനിച്ചിരുന്നു. നിന്നെ സഹായിച്ചതിന്റെ കൂലിയായിട്ടൊന്നല്ല അവന്റെ ഭാര്യാവൻ പറഞ്ഞു. ഇവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ പേരിൽ ഇതുവരെ നിന്നെ അവൻ ശല്യം ചെയ്തിട്ടില്ല. പകരം നിന്റെ കൂടെ നിന്നു. ഇനിയും നിൽക്കുമായിരിക്കും. ഒരച്ഛൻ എന്ന നിലയിൽ ഇവിടെ വന്ന് സംസാരിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അയാൾ അവിടെ കയ്യിൽ പതിയെ തലോടി. നിനക്ക് തരാൻ വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല കുട്ടി. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഞങ്ങളുടെ വീട്ടിൽ നിനക്ക് കിട്ടും. എനിക്ക് നീയും ലച്ചു ഒരുപോലെയാ. ആരും നിന്നെ വേദനിപ്പിക്കില്ല. ഇവൻ പോലും. അത് ഞാൻ ഗ്യാരണ്ടി. അതൊക്കെ എനിക്കും അറിയാം, റോഷ്നി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഷിനുവേട്ടനോ വീട്ടുകാർക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെന്ന് കരുതുന്നില്ല. ഞാൻ നോ പറഞ്ഞു. എന്നെ പോലെ ഒരാൾ ഷിനുവേട്ടനെ അറിയിക്കുന്നില്ല. അതിന് മാത്രം വലിയ ആളുമില്ല. ഒരു സാധാരണ പെണ്ണാ. ഞാൻ എൻ്റെ മോന് വേണ്ടി നോക്കുന്ന ഒരു സാധാരണ പെണ്ണിനെയാ. ഭരതൻ എഴുന്നേറ്റ് മുറ്റത്തേറിങ്ങി ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. നിങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് അപ്പുറത്തേക്ക് വാ. പക്ഷേ ജീവിതാവസാനം വരെ ഉള്ളതാണ് ആ തീരുമാനം എന്ന് ഓർമ്മ വേണം. 3 പേര് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയതോടെ റോഷ്നി അകത്തേക്ക് നടന്നു. പിന്നാലെ ഷിനോജ്. ഷിനുവേട്ടന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. കുറച്ചു നേരം രണ്ടുപേരൊന്നും സംസാരിച്ചില്ല. റോഷ്നി, എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ നല്ല പ്രയാസമുണ്ട്. പണ്ടത്തെ സൗഹൃദം പോലും ഇപ്പൊ കിട്ടുന്നില്ല. നീ ഒഴിഞ്ഞു മാറുന്ന പോലെ. അതിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതുകൊണ്ടാണ് ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഗൾഫിലോ? ആൾ വെപ്രാളത്തോടെ ചോദിച്ചു. മാറി നിൽക്കുന്ന നല്ലതെന്ന് തോന്നി. പക്ഷെ അച്ഛൻ വിടുന്നില്ല. ടിക്കറ്റ് കയറി കളഞ്ഞു. ആളുടെ മുഖത്ത് ആശ്വാസത്തോടെയുള്ള ചിരി വിരിഞ്ഞു. അച്ഛൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടുവരുമെന്ന് പറഞ്ഞ നീ അത് വിട്ടേക്ക്. എന്നെ പ്രണയിച്ചില്ലെങ്കിലും വേണ്ടില്ല. പണ്ടത്തെ പോലെ നമുക്ക് ആയിക്കൂടെ? നമ്മുടെ തമാശകളും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടോ? എന്നെ ഫ്രണ്ട് മാത്രമായിട്ട് കാണാൻ ശനിവേട്ടന് പറ്റുമോ? അറിയില്ല, ശ്രമിക്കാം. അമ്മയുടെ മരണം, പെട്ടെന്ന് തനിച്ചായത് ഉൾക്കൊള്ളാനുള്ള പ്രയാസം, ഇതൊക്കെ കൊണ്ട് മാത്രമല്ല ഞാൻ അകൽച്ച കാണിച്ചത്. പിന്നെ എൻ്റെ നല്ല സുഹൃത്തായിരുന്ന ഷിനുവേട്ടനോടുള്ള സ്നേഹത്തിനപ്പുറം എന്തോ ഒരു ഇഷ്ടം മനസ്സിൽ തോന്നിയുണ്ടാ. എന്താ? ഒന്നുകൂടെ പറഞ്ഞു. ഷിനോജ് ആകാംക്ഷയോട് ചോദിച്ചു. അതെ, ഇത്രയും സ്നേഹവും കരുതലും കാണിക്കുന്ന അമ്മയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം സ്വന്തം ഉത്തരവാദിത്തമായി ചെയ്ത, അതിനുശേഷം തനിച്ചാണെന്ന ചിന്ത എനിക്ക് വരാതിരിക്കാൻ പരിശ്രമിച്ച നിങ്ങളോട് ഏത് പെണ്ണിന് ഇഷ്ടം തോന്നും? വ്യക്തമായി പറഞ്ഞ പ്രണയം. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരുത്തനെ കളഞ്ഞുടനെ അടുത്തവനെ സ്വീകരിക്കുന്ന പെണ്ണായി വിലയിരുത്തപ്പെടുന്ന പേടി. ആൾ വിതുമ്പി. ലച്ചു ചേച്ചി, രഞ്ജിയേട്ടൻ, അരുണേട്ടൻ, ശിനുവേട്ടൻ്റെ അച്ഛൻ, ഇവരൊക്കെയുള്ള കുടുംബത്തിലേക്ക് കയറി വേണ്ട യോഗ്യത എനിക്കില്ലെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് അകലം കാണിച്ച്. ഷിനോജ് പതി അവളെ നെഞ്ചോടി ചേർത്തു. അവൾ എതിർത്തില്ല. ഇതേ പേടി തന്നെയായിരുന്നു റോഷിനി. നിനക്ക് നല്ലൊരു ജോലിയുണ്ട്, പുതിയ കുറേ ഫ്രണ്ട്സ്, പുതിയ ചുറ്റുപാടുകൾ. ഇവിടെ ഒരു വെൽഡിംഗ് ഷോപ്പും തുറന്നിരിക്കുന്ന എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? അവൾ മുഖം ഉയർത്തി അവനെ നോക്കി. ഒരിക്കലും ഉപേക്ഷിച്ചതാണ് ഈ ജോലി എന്ന സ്വപ്നം. അത് വീണ്ടും പൊടിയെട്ടെടുക്കാൻ കാരണം ഷിനുവേട്ടനാ. എനിക്ക് പണവും പദവിയും നല്ല പ്രധാനം. എൻ്റെ ഭൂതകാലം ഉൾക്കൊണ്ട് ഷിനുവേട്ടനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയും തോൽക്കാൻ വയ്യ. പണ്ട് സങ്കടപ്പെട്ട് കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ അമ്മയുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ആരാ ഉള്ളത്? ഷിനോജ് അവൾ ഇറുകിയപ്പോഴന്നു. നിന്റെ സമ്മതം കൂടാതെ നിന്നെ സ്നേഹിച്ചവനാ ഞാൻ. ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. കഴിഞ്ഞൊക്കെ മറന്നേക്ക്. ഞാൻ ഈ പോലീസുകാരെ കെട്ടിക്കോട്ടെ. അവളൊന്നും മിണ്ടാവിൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നു. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ ഷിനുവേട്ടാ? നിന്നെ കാണാൻ സിനിമാ നടി സായി പല്ലവിയെ പോലെ ഉണ്ട്. കന്നഡക്കാരായോ? അല്ലടി, സത്യം. ആദ്യം കണ്ടപ്പോഴേ തോന്നിയതാ. ഇതുവരെ എന്നിട്ട് ആരും പറഞ്ഞില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയത്. അത് ഷിനുവേട്ടന് സായി പല്ലവി ഇഷ്ടമായതുകൊണ്ട് തോന്നാവും. എന്തായാലും ഞാൻ ഹാപ്പി.
അവനവളുടെ കവളിലെ മുഖക്കുരുപ്പാടുകളിൽ ചുണ്ടമർത്തി ആ ചുമ്മനത്തിന്റെ ലഹരിൽ റോഷ്നി പുളകിതയായി നിന്നു. പ്രണയത്തിന്റെ പുതിയ ലോകത്തേക്ക് ഒരുമിച്ച് നടക്കാൻ ഒരുങ്ങിക്കൊണ്ട്. ആ കൊച്ചു സമ്മതിക്കൂലച്ചു. അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഭരതൻ ചോദിച്ചു. സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ആൾക്ക് ഷിനുവിനെ ഒത്തിരി ഇഷ്ടമാണ്. ഒരിക്കൽ അനുഭവിച്ചൊക്കെ വീണ്ടും ആവർത്തിക്കുന്ന പേടിയോട് തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കെട്ടിടത്തണം. അവന്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ബാങ്കിൽ കുറച്ച് കാശുണ്ട്, അതൊക്കെ എടുക്കാം. അയാൾ അരുണിനെ തുറച്ചു നോക്കി. നിനക്കൊന്നും പറയാനില്ലേടാ? ഞാനെന്തു പറയാന്? അരുൺ പരിങ്ങി. ശരിയാ, കള്ളു കുടിച്ചാലല്ലേ നിന്റെ നാവ് പൊങ്ങും. അന്ന് നീ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. സോറി, ഒരു തുർപ്പല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. അതിനുശേഷം ഞാൻ കുടിച്ചിട്ടില്ല. കള്ളം പറഞ്ഞ അടിച്ചു കരണം പൊട്ടിക്കും ഞാൻ. 2 or 3 വട്ടം കുടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അച്ഛൻ ക്ഷമിക്ക്. അറിവില്ല പൈതലല്ലേ അച്ഛാ ഞാൻ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ വിടുന്നു. പക്ഷെ ഇനി എങ്ങാനും നിന്നെ കുടിച്ചിട്ട് കണ്ടാ അന്ന് നിന്റെ അവസാന. ഷിനുവിന്റെ കല്യാണത്തിന്റെ കൂടെ നിന്നെ നടത്തണം. അന്ന് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായടാ? എനിക്കിഷ്ടമായതാ, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനും ഞാനും മാത്രമേ വീട്ടിലേക്ക് മോളയക്കാൻ അവളുടെ വീട്ടുകാർക്കും മടി. പോവാൻ പറ. നിനക്ക് ചേരുന്ന ഒരുത്തിയെ ഞാൻ കണ്ടെത്തി തരും. പക്ഷെ കുറച്ച് പുരോഗമനം വേണം. നിങ്ങളുടെ ഷോപ്പ് കവലയിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യേ. ആ സതീശന്റെ ബിൽഡിംഗ് റൂം ഒഴിവുണ്ട്. നീ ഷോപ്പിലെ കാര്യങ്ങൾ നോക്ക്. ഷീനു ഇനി മുതൽ നമ്മുടെ കട ശ്രദ്ധിക്കും. ഞങ്ങളെ പിരിക്കാനുള്ള പരിപാടിയാണല്ലേ? ഭാര്യയും ഭർത്താവുമാണല്ലോ. എടാ, ഈച്ച ആട്ടിയിരിക്കുന്നതിലും നല്ലതായത്. ഇനി വെൽഡിംഗ് ഷോപ്പ് താല്പര്യമില്ലെങ്കിൽ വേറെന്തെങ്കിലും തുടങ്ങിക്കോ. നല്ലൊരു ഹോട്ടലോ മറ്റോ. അതാലോചിക്കാം. നേരത്തെ പറഞ്ഞ കാര്യമായിട്ടാണോ? എന്ത്? അല്ല, പെണ്ണ് കെട്ടിച്ചു തരുമെന്ന്. അവന്റെ ഒരു ആക്രാന്തം കണ്ടില്ലേ ലച്ചു? ഭരതൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞ വാക്കാ. അത് മതി. അരുൺ ആദ്യമാനെ കെട്ടിപ്പിടിച്ച് ഉമ്മയിച്ചു. മാമന്മാരുടെ കല്യാണത്തിന് നീ മുമ്പിലുണ്ടാണോ കേട്ടോടാ? ഷിനോജ് റോഷ്നി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, നിറഞ്ഞ ചിരിയോടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട്. അവരെടുത്ത തീരുമാനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. രഞ്ജിത്തിനെയും അമ്മയും സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ലക്ഷ്മി വേഗം ഫോണെടുത്തു. പ്രത്യാശയോടെ പുതിയൊരു ജീവിതത്തിലേക്കായുള്ള പ്രയാണം തുടങ്ങുകയാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.